എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷാജി മിത്തൽ ഫ്രം കണ്ണൂരാണ് സ്വദേശം. ഇപ്പം ഞാൻ ദുബൈയിലാണുള്ളത്. 21 വർഷം ദുബൈയിലാണ്, ഫാമിലിയോടൊപ്പം ദുബൈയിൽ തന്നെയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ട് 4 വർഷമായി. ഇന്ന് നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ, ഒരു ബിസിനസ് ചെയ്യണം എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും പല ആൾക്കാർ. ഇന്ന് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ പോലും ആ ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റാതെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ടാവും. അവർ പിന്നീട് അവർക്ക് ദുരിതങ്ങളായിരിക്കും ലൈഫിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാം, ടെൻഷൻ അടിക്കാതെ എങ്ങനെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ആദ്യമായിട്ട് ഇതുവരെ നമ്മുടെ പ്രസൻറ്റേഷൻ കേൾക്കാതെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഈ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്നതെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. കാരണം ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ക്ഷമ കുറച്ച് കുറവായിരിക്കും. നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയേക്കാം എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടെങ്കിൽ, അങ്ങനെയല്ല. ഇത് നിങ്ങൾ 1 മണിക്കൂർ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്നും ജീവിതത്തിൽ ഓർക്കപ്പെടുന്ന ഒരു ദിവസമാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടോ? അത്രയ്ക്കും മനോഹരമായ, അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് ഞങ്ങളുടെ സ്ലൈഡ് ഉപയോഗിക്കുകയാണ്, സ്ലൈഡിൻ്റെ സഹായത്തോടെയാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഒരു ബിസിനസ് എന്ന് പറയുമ്പം കുറേ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ടെൻഷൻ അടിച്ച് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ, ഇവിടെ ഒന്നുമില്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. ബെസ്റ്റ് ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ വേൾഡ്. ഇത് നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്ന, ലോകത്തെ ഏറ്റവും നല്ല ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി. വിന്നിംഗ് ടീമിൻ്റെ CEO, കൺസ്യൂമർ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഒരു കൺസ്യൂമറിനെ എങ്ങനെ ഒരു സ്മാർട്ട് കൺസ്യൂമറാക്കി മാറ്റാം, ഒരു കസ്റ്റമറിനെ എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം. നമ്മളിവിടെ ഇരിക്കുന്ന 65 പേരുണ്ട്. ഈ 65 പേരും കസ്റ്റമറാണ്. വർഷങ്ങളായിട്ട് പല പല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. പക്ഷെ നമുക്ക് ഇന്ന് വരെ ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ പേരിൽ ഒരു ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കാനുള്ള അവസരങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ. ഇവിടെ നമുക്കറിയാം, ഡ്രീംസ്, എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലേ. ധാരാളം സ്വപ്നമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുന്നത്, നന്നായി പഠിച്ച് ഒരു ജോലി നേടി നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടണമെന്ന് ആഗ്രഹിച്ചാണ് പഠിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ലേഡീസ്, പെൺകുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. സ്വന്തം കാലിൽ നിൽക്കണം, ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കും നന്നായി, ആണുങ്ങളെക്കാളും കൂടുതൽ പഠിക്കുന്നത് ചിലപ്പോൾ അവർ ലേഡീസായിരിക്കും. പക്ഷേ ഇന്നെല്ലാ ലേഡീസിനും ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? അതുണ്ടാവില്ല. വീട്ടമ്മമാരായി ഒതുങ്ങിക്കൂടുന്ന കണ്ടിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷറി ഹോം, നമ്മളൊരു ആഡംബര വീട് അല്ലേ, വലിയൊരു ആ പിക്ചറിൽ കാണുന്ന പോലെ ഒരു വലിയ വീട്, വീട്ടിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള വീട് നമ്മുടെ സ്വപ്നമായിരിക്കും അല്ലേ. ഇന്ന് ലോൺ എടുത്തിട്ടും അത് അതിൻ്റെ പെയിൻറ്റ് തീരുന്നവരെ EMI അടച്ചുകൊണ്ടിരിക്കുന്ന വീടായിരിക്കും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടോ അല്ലേ. ഒരു വലിയ വീടെടുത്ത് വെക്കും, അതിൻ്റെ ലോൺ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും, രേഖയൊക്കെ പണയം വെച്ചായിരിക്കും നമ്മൾ ലോൺ എടുത്ത് വീട് വെക്കുന്നുണ്ടാവും. ഇവിടെ ഒരു ലക്ഷറി ഹൗസ് നമുക്ക് ഈ നേടാൻ ആഗ്രഹമുണ്ടാവും. ലക്ഷറി കാറുകൾ, ആഡംബര കാറ് വാങ്ങിക്കുന്നുണ്ടാവും. ഇന്ന് എല്ലാ വീട്ടിലും കാറുണ്ട്, ബൈക്കുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ EMI അടിച്ചുകൊണ്ടായിരിക്കും ആ കാറ് വാങ്ങിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ശമ്പളത്തിൽ നിന്ന് നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. ബാങ്ക് ബാലൻസ്, നിറയെ ബാലൻസ് ഒക്കെ, പൈസ ഇഷ്ടമായി ബാങ്കിൽ ബാലൻസ് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ അച്ഛനമ്മമാരുടെയും സ്വപ്നമാണ് മക്കളെ നന്നായി പഠിപ്പിക്കുക, പഠിപ്പിച്ചതിന് ശേഷം നല്ലൊരു ജോലിയാക്കി കൊടുക്കുക, അതിനുശേഷം അവരെവിടെയോ നമ്മളെവിടെയോ അല്ലേ. ഇവിടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമ്മളെല്ലാ സ്വപ്നങ്ങളാണ്. പിന്നെ ഓർണമെൻറ്റ്സ്, ജ്വല്ലറി, സ്വർണ്ണങ്ങൾ വാങ്ങിക്കുക, ഇന്ന് അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് അല്ലേ. നമ്മൾ സ്വർണ്ണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ജ്വല്ലറി. അപ്പോൾ നമ്മുടെ സ്വപ്നമായിരിക്കും കുറേ സ്വർണ്ണം വാങ്ങിക്കുക എന്നുള്ളത്. ഫോറിൻ ട്രിപ്പ്, വിദേശ യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഫാമിലിയോടൊപ്പം സന്തോഷകരമായ ട്രിപ്പ്, അത് നമ്മളെല്ലാവരും കറങ്ങാൻ പോകുന്ന ആൾക്കാരല്ലേ. ഊട്ടി, കൊടൈക്കനാലും ബോംബെയിലും ഗോവയിലൊക്കെ കറങ്ങുന്നുണ്ടാവും. നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കറങ്ങാൻ പോകുന്നുണ്ടാവും. അത് ഒരാഴ്ച ലീവ് എടുത്തിട്ട് ആ ഒരാഴ്ചത്തെ ശമ്പളം ഉണ്ടാവില്ല, ആ ഒരാഴ്ച നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ടോ, കയ്യിലുള്ള പൈസ വെച്ച് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വിദേശ യാത്ര പോകാൻ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചെന്ന് വരില്ല അല്ലേ. നല്ല ചിലവാണ്. ഒരു ഫോറിൻ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ 1 ലക്ഷം രൂപ കടത്തി ചിലവാകും.
ഇവിടെ ഫാമിലിയോടൊപ്പം വിദേശ യാത്ര പോവാം. അതോടൊപ്പം തന്നെ ടൈം ഫ്രീഡം, ജോബ് ഫ്രീഡം, റിട്ടയർമെൻറ്റ് ലൈഫ്. നമ്മളെല്ലാവരും ജോലിക്ക് പോവുക. ഇന്ന് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ എന്താ ആലോചിക്കുക, കുട്ടികളുടെ സമയത്ത് നമ്മളായിരിക്കും എങ്ങനെയെങ്കിലും ജോലിക്ക് പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം അല്ലേ. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പൈസ കിട്ടാൻ പാടാണ്. അച്ഛനമ്മമാരോ അല്ലെങ്കിൽമാരൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും ഏകദേശം പൈസ ഉണ്ടാവും. അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് പോയാൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ ചിന്തിക്കുക. ജോലിക്ക് പോകുന്ന ആൾക്കാർ എന്താ ചെയ്യുക, എങ്ങനെയും ഒന്ന് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകാനായിരിക്കും ചിന്തിക്കുന്ന ആൾക്കാരല്ലോ അല്ലേ. എവിടെയാണ് നമുക്ക് നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫ്, ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടി, ജോബ് ഫ്രീഡത്തോടു കൂടി, ടൈം ഫ്രീഡത്തോടു കൂടി റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ എന്താ വേണ്ടത്? ഈ സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? പണം വേണം അല്ലേ. ധാരാളം പണം വേണം. പണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്വപ്നങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ജോലിയിലൂടെ എല്ലാവർക്കും സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കിട്ടുന്ന വരുമാനം എന്താണ്? വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് ഇന്ന് ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ വരുന്ന ആൾക്കാർ ഇന്ന് പണ്ടത്തെ ഗൾഫല്ല. ഇപ്പോൾ ഇവിടെ ആഫ്രിക്കക്കാരും ഫിലിപ്പീൻസൊക്കെ ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ നേപ്പാളികളൊക്കെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഇവിടെ ഒരു വാല്യൂ ഇല്ല, ശമ്പളം കിട്ടുന്നില്ല. അവിടെ തുച്ഛമായ ശമ്പളത്തിലാണ് MBA കഴിഞ്ഞ് BBA കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്ന ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. നാട്ടിലെ അവസ്ഥ ഇതേപോലെ തന്നെയാണ്. 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപയാണ് ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളുടെ വരുമാനം നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. നോർമൽ ലെവലിൽ സാധാരണക്കാരൻ ജോലിക്ക് കഴിഞ്ഞാൽ 5,000 മുതൽ 10,000 15,000 രൂപ കിട്ടുമായിരുന്നുണ്ടോ. ഈ ഒരു 5,000 മുതൽ 15,000 രൂപയുടെ വരുമാനം കൊണ്ട് നമ്മുടെ ഈ ആദ്യം കണ്ട സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഒരു ജോലിയിലൂടെ അത് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. പിന്നെ ഉള്ള പോസിബിൾ എന്താണ്? ഒരു ബിസിനസ് ചെയ്യുക, ആ ബിസിനസ്സിലൂടെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. സാധാരണക്കാരന് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? സാധാരണക്കാരന് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് നല്ല ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ നല്ല പൈസ വേണം. ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ ബിസിനസ് 1 ലക്ഷം 2 ലക്ഷം ഒന്നും പോരാട്ടോ. 10 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് ചെയ്താൽ വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇന്ന് അഡ്വർടൈസ്മെന്റ് വേണം, സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റികൾ കൊണ്ട് പരസ്യങ്ങൾ പറയിപ്പിക്കണം, എന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ. ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോന്നെ ഹണി റോസിനെ പോലത്തേക്ക് വില കൂടിയ സിനിമാ താരങ്ങളൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്താൽ മാത്രമേ അവിടെ കച്ചവടം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ലുലു പോലത്തെ, ഈ കല്യാൺ സിൽക്ക് പോലത്തെ, ജോയ് ആലുക്കാസ് പോലത്തെ വലിയ വലിയ ബിസിനസ്സുകാർ ചെയ്യണം. അവരേശം കോടികളുണ്ട്. അവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും ഏത് കാട്ടിൽ കൊണ്ടുപോയി കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാലും ബിസിനസ് നടക്കുന്നുണ്ടാവും. സാധാരണക്കാരൻ ബിസിനസ് ചെയ്താൽ അത് വിജയിക്കില്ല, റിസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചിലപ്പോൾ ലോണൊക്കെ എടുത്ത് കഴിഞ്ഞ് പല ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ശരിയല്ലേ? സാധാരണക്കാരൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണം, ഒരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കട തുടങ്ങണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്സ്റ്റൈൽസ് തുടങ്ങിയാലോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാലോ ബ്യൂട്ടി പാർലർ തുടങ്ങിക്കഴിഞ്ഞാലോ എല്ലാവർക്കും വിജയിക്കാൻ സാധിച്ചെന്ന് വരില്ല. കയ്യിലുള്ള പൈസ പോയി കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ ലോൺ എടുത്തിട്ട് EMI അടച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ബിസിനസ് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് കിട്ടുന്ന വരുമാനം, പ്രോഫിറ്റ് നമ്മൾ EMI അടച്ചുകൊണ്ടിരിക്കും. എന്നും ടെൻഷനും റിസ്ക്കും ഒരുപാടുണ്ടാവും നമുക്ക്. നമ്മൾ റിസ്ക് എടുത്തിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ, ഇനി അഥവാ സക്സസ്ഫുൾ ആയി എന്ന് വെച്ചു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ വീട്ടിനടുത്ത് ചിലപ്പോൾ അവിടെ നിങ്ങൾ ടെക്സ്റ്റൈൽസ് തുണിക്കടയോ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ 75 പേരുണ്ട്. ഈ 75 പേരും ചിന്തിച്ച് നോക്കും. നിങ്ങളുടെ വീട്ടിനടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റൈൽസ് തുടങ്ങുവാണ്, ഒരാൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുവാണ്, അല്ലെങ്കിൽ ഒരാൾ ഒരു ഹോട്ടൽ ഫീൽഡ് തുടങ്ങും. നിങ്ങൾ 3 വ്യക്തികൾ ഈ 3 സ്ഥാപനം അവിടെ തുടങ്ങി വെച്ചു. നല്ല എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് കുറച്ച് പൈസ കിട്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നല്ല കച്ചവടമൊക്കെ പിടിച്ച് നല്ല ബിസിനസ് വന്ന് ലാഭം ഒന്ന് കിട്ടി തുടങ്ങുമ്പോഴായിരിക്കും അടുത്തുള്ള പൈസക്കാരന് ആഗ്രഹം തോന്നും. അവിടെ ആ ബിസിനസ്, ആ ഹോട്ടലിൽ നല്ല കച്ചവടമുണ്ട്, ആ തുണിക്കടയിൽ നല്ല കച്ചവടമുണ്ട്, ഒരു തുണിക്കട എനിക്കും തുടങ്ങിയേക്കാം അല്ലേ, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ തൊട്ടടുത്ത് എനിക്കും തുടങ്ങിയേക്കാം. അവിടെയാണ് കോമ്പറ്റീഷൻ വരുന്നത് അല്ലേ. തൊട്ടടുത്ത് ഒരു തുണിക്കടയും അതിൻ്റെ അടുത്തൊരു ഹോട്ടലും അങ്ങനെയുള്ള പല പല ഷോപ്പുകൾ അടുത്തടുത്ത് വരുമ്പോൾ നമ്മുടെ ബിസിനസ് അവിടെ ഡൗൺ ആവാൻ തുടങ്ങും അല്ലെ. നമ്മുടെ ബിസിനസ് ഡൗൺ ആയി തുടങ്ങി നമുക്ക് കിട്ടിക്കേണ്ട വരുമാനം, പ്രോഫിറ്റ് കുറയാൻ തുടങ്ങി കാണും. ടെൻഷൻ തുടങ്ങിയപ്പോൾ, കാരണം ഒരുപാട് പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരുപാട് ടെൻഷൻ അടിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ഒന്ന് സെറ്റായി ഒരു വരുമാനം നല്ല പ്രോഫിറ്റൊക്കെ ആക്കി ഒന്ന് ഉഷാറായി വരുന്ന സമയത്തായിരിക്കും കോമ്പറ്റീറ്റർ അവിടെ വരുന്നുണ്ടാവും. അടുത്ത 2-3 ആൾക്കാർ തുടങ്ങും. ഒരാൾ തുടങ്ങുന്നു, അവർക്ക് വിജയിക്കുന്നു, അടുത്ത ആൾ തുടങ്ങുന്നു. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ വരുമാനം അവിടെ കുറയാൻ തുടങ്ങുന്നുണ്ടോ, നമ്മുടെ പ്രോഫിറ്റ് കുറയാൻ തുടങ്ങും, ടെൻഷൻ തുടങ്ങും. ടെൻഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? BP ഷുഗറും വരാൻ തുടങ്ങും, അസുഖങ്ങൾ വരാൻ തുടങ്ങും, മരുന്നുകൾ കഴിക്കാൻ തുടങ്ങും. ഇതാണ് ഇന്നത്തെ ലൈഫ്. ശരിയാണോ തെറ്റാണോ? ഒരു കമൻ്റൊക്കെ ഇടുക കേട്ടോ. ഇന്നത്തെ ലൈഫ് ഇങ്ങനെയാണ്. ഒരുപാട് ടെൻഷനും റിസ്ക്കുള്ള ലൈഫാണ് നമുക്ക് വരുന്നത് പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ബിസിനസ് ചെയ്യുമ്പോൾ. ഇവിടെ CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ വിന്നിംഗ് ടീം നമ്മളെ പഠിപ്പിക്കുന്ന CEO, ചേഞ്ച് യുവർ ഷോപ്പിലൂടെ നിങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനൊരു അവസരം. സ്വന്തം വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം മാറ്റിമറിക്കാനൊരു അവസരം.
സീറോ ഇൻവെസ്റ്റ്മെന്റ്. ആദ്യത്തെ പാർട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും ഇവിടെ വേണ്ട, ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, പൈസ കൊടുക്കണ്ട. അതുകൊണ്ട് തന്നെ നോ റിസ്ക്, ഒരു ടെൻഷനും ഇല്ല, യാതൊരുവിധ ടെൻഷനും ഇല്ല പൈസ കൊടുക്കാത്തത് കൊണ്ട്. സമാധാനമായോ അല്ലേ? നമ്മൾ ഇന്ന് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ വിജയിക്കാൻ ഗ്യാരണ്ടി ഇല്ല. ഇവിടെ നമുക്ക് ടെൻഷൻ ഇല്ല, ഒരു പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല, നോ കോമ്പറ്റീഷൻ. ആരും കോമ്പറ്റീഷൻ ചെയ്യാൻ നമ്മളോട് വരാനില്ല. കാരണം തൊട്ടടുത്ത് ആര് തുടങ്ങി കഴിഞ്ഞാലും നമുക്ക് അവിടെ നഷ്ടങ്ങളൊന്നുമില്ല. വാടക കൊടുക്കേണ്ട ആവശ്യമില്ല, ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളോടൊപ്പം വേറെ ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു നഷ്ടം വരാനില്ല. നോ ടെൻഷൻ. അതോടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ലീഡേഴ്സ്, ടീം സപ്പോർട്ട് നമുക്കുണ്ടാവും. ഗൈഡേജ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ വഴികൾ പറഞ്ഞാൽ ടീം സപ്പോർട്ട്, വിന്നിങ് ടീമിൻ്റെ സപ്പോർട്ട്, നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ സപ്പോർട്ട്, വെസ്റ്റേജ് കമ്പനിയുടെ സപ്പോർട്ട് നമുക്കിവിടെ ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ, ഒരു 2 വർഷം മിനിമം നമ്മളിതിൽ മാറ്റി വെക്കാൻ സാധിക്കുവാണെങ്കിൽ ഒരു 1 lakh പ്ലസ് ഇൻകം എല്ലാ മാസവും വാങ്ങിക്കാൻ പറ്റുന്ന ബിസിനസ് ആക്കി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് നിൽക്കുക. നമ്മൾ സാധാരണ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 50 ലക്ഷം രൂപയൊക്കെ ചിലവാക്കിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് 1 ലക്ഷം രൂപ മാസം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുള്ളൂ അല്ലേ? 50 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് പച്ച പിടിച്ച് വരാൻ ഏകദേശം 1 വർഷം 2 വർഷമായി വരുന്നുണ്ടോ? ഒന്ന് പച്ച പിടിച്ച് 1 ലക്ഷം രൂപ ഇൻകം വരുന്ന സമയമാകുമ്പോൾ അടുത്ത കോമ്പറ്റീഷൻ വന്നു പറഞ്ഞു. ഇവിടെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ടെൻഷനോ റിസ്ക്കും ഇല്ലാതെ, ഒരു കോമ്പറ്റീഷനും ഇല്ലാതെ, എക്സ്പേർട്ടായ ടീമിന്റെ സപ്പോർട്ട് കൂടി നമ്മളെ വിജയിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും 1-2 മണിക്കൂറുകൾ മാറ്റിവെച്ച് ഒരു 2 വർഷം ഒരു ബിസിനസ് പ്രോജക്റ്റ് ആയിട്ട് ഇതിനെ കാണാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം വേണ്ട, 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് 1 ലക്ഷം രൂപ ഇൻകം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കും. സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഹീറോ ആയി മാറാനൊരു അവസരം, വിത്തൗട്ട് ടെൻഷൻ, ഒരു ടെൻഷൻ ഇല്ലാതെ ഹീറോ ആയി മാറാൻ ഒരു അവസരം നമുക്ക് ലഭിക്കുകയാണ്. ഒരു 2 ഇയർ കൊണ്ട് ലക്ഷങ്ങൾ മാസ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ബിസിനസ് ആക്കി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ചേഞ്ച് യുവർ ഷോപ്പിലൂടെയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പ് ഒന്ന് മാറ്റുന്നത് വഴിയാണ് നമുക്ക് ഈ ഒരു അവസരം ലഭിക്കുന്നത്. അതുകൊണ്ട് ആലോചിച്ച് നോക്കുക, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ബിൽഡിംഗ് എടുത്ത് അവിടെ കുറേ സ്റ്റാഫിനെ വെച്ച് ടെൻഷൻ അടിക്കണോ? ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഞാൻ നമ്മുടെ മാർക്കറ്റിംഗ് രീതി, ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും ഡയറക്റ്റ് മാർക്കറ്റിനെ കുറിച്ചും പറയാം. നമുക്കറിയാം, നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന രീതിയാണ് ആദ്യത്തെ കാണുന്നത്. ഒരു കസ്റ്റമർ 100% പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കാൻ, ഉദാഹരണത്തിന് ഒരു 100 രൂപയുടെ സാധനം, നമ്മൾ കസ്റ്റമറാണ്. ഇവിടെ ഇരിക്കുന്ന 76 പേരും കസ്റ്റമറാണ്. നമ്മളൊരു 100 രൂപയുടെ സാധനം വാങ്ങിക്കുന്നത് എവിടുന്നാണ്? കമ്പനിയിൽ നിന്നാണോ? ഉദാഹരണം, ഒരു ലക്സ് സോപ്പ് അല്ല പേസ്റ്റ് പിടിച്ചോ, ഒരു 100 രൂപയുടെ പേസ്റ്റ് നമ്മൾ വാങ്ങിക്കുന്നത് എവിടുന്നാണ്? കമ്പനിയിൽ പോയിട്ട് നേരിട്ടാണോ വാങ്ങിക്കുന്നത്? അല്ല, നമ്മുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും പരിചയക്കാരൻ്റെ കടയിൽ നിന്ന്, റീറ്റെയിൽ ഷോപ്പിൽ നിന്നായിരിക്കും നമ്മൾ സാധനം വാങ്ങിക്കുന്നുണ്ടാവുക. അയാൾക്ക് എവിടുന്നായി സാധനം കിട്ടുന്നത്? ഹോൾസെയിലർമാരിൽ നിന്ന്. ഹോൾസെയിലർമാർ എവിടെ നിന്നാണ് സാധനം എടുക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ടാവും. ഓരോ ജില്ലകളിലും ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ടാവും. അവർക്ക് എവിടെ നിന്ന് സാധനം കിട്ടുന്നത്? CNF ഏജന്റ് വഴി. ഈ CNF ഏജന്റ് കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങിക്കുകയാണ്. കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്ക് 40% മാത്രമേ ആവശ്യമുള്ളൂ. 40 രൂപ കമ്പനിക്ക് കിട്ടുമ്പോൾ നമ്മൾ കസ്റ്റമറെ കൊടുക്കുന്നത് 100 രൂപയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു കമ്പനിയെ കുറിച്ചും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? TV-യിലൂടെ സിനിമാ താരങ്ങൾ പരസ്യങ്ങൾ പറയുന്നു, ക്രിക്കറ്റ് കളിക്കാർ പരസ്യങ്ങൾ പറയുന്നു, കോമഡിക്കാർ പോലും പരസ്യങ്ങൾ പറഞ്ഞ് കോടികൾ വാങ്ങിക്കുന്ന കാലഘട്ടമാണിത്. അഡ്വർടൈസ്മെന്റ് വഴി ഈ 60% നമ്മൾ ചെലവാക്കുന്ന 60%വും നമ്മൾ 100 രൂപ കൊടുക്കുമ്പോൾ 40 രൂപ കമ്പനിക്കും ബാക്കിയുള്ള 60 രൂപ ഈ ഇടനിലക്കാർക്കുള്ള പൈസയാണ്. ഈ ഇടനിലക്കാർക്ക് 60 രൂപ പോവും, 40 രൂപ കമ്പനിക്ക് പോവും. നമുക്കെന്ത് കിട്ടി? ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലൂടെ എത്രയോ വർഷങ്ങളായി നിങ്ങൾ ഓർമ്മ വെച്ച കാലം തൊട്ട് നിങ്ങൾ പല്ല് തേക്കുന്ന പേസ്റ്റും കുളിക്കുന്ന സോപ്പും ചായപ്പൊടിയും പാത്രം കഴുകുന്ന ലിക്വിഡും തുണി കഴുകുന്ന പൗഡറും കുക്കിംഗ് ഓയിലൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച കസ്റ്റമർ അല്ലേ നിങ്ങൾ? 60% ഇവർക്കൊക്കെ പൈസ ഉണ്ടാക്കി കൊടുത്ത് ഇവരൊക്കെ സെലിബ്രിറ്റിയാക്കി മാറ്റി, ഇവരൊക്കെ കോടീശ്വരന്മാരാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലൂടെ. ഇവിടെയാണ് ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ കാലഘട്ടത്തിന്റെ ബിസിനസ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ബിസിനസ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ കാലഘട്ടമാണിത്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന്റെ കാലഘട്ടം കഴിഞ്ഞു തുടങ്ങി. കാരണം ഇതിനു മുന്നേ ബാർട്ടർ സമ്പ്രദായമായിരുന്നു. സാധനങ്ങൾ കൊടുക്കുക, സാധനങ്ങൾ വേറെ വാങ്ങിക്കുക. അതാണ് പണ്ടത്തെ സമ്പ്രദായം. അത് കഴിഞ്ഞു, ചന്ത വന്നു, ചന്ത മാറി, ട്രഡീഷണൽ മാർക്കറ്റിംഗ് വന്നു. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന്റെ കാലഘട്ടം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ കാലഘട്ടം വരാൻ പോവാണ്. ഇവിടെയാണ് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മാനുഫാക്ചർ, വെസ്റ്റീജ് എന്നൊരു കമ്പനി, ഇന്ന് 21 വർഷമായിട്ടുള്ള ഒരു കമ്പനി നമ്മളുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന 40 രൂപക്ക് തന്നെ തരും. നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നു. അവിടെ 9 തരം വരുമാനം ഉണ്ടാക്കാൻ 60% പ്രോഫിറ്റും
സാധനങ്ങൾ വാങ്ങിക്കുന്ന നമ്മൾ കസ്റ്റമർക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു അവസരം തരികയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ. ഈ നേരത്തെ മേലെ കണ്ടിരിക്കുന്ന കച്ചവടക്കാരോ ഹോൾസെയിലർമാരോ ഡിസ്ട്രിബ്യൂട്ടർമാരോ CNF ഏജന്റ് ഇല്ലത്തില്ല, TV ചാനലോ പരസ്യക്കാരോ ഒന്നും ഇവിടെ ഇല്ലത്തില്ല, സിനിമാ താരങ്ങൾ ഇല്ലത്തില്ല. നേരിട്ട് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നു. ഓൺലൈൻ വഴിയോ കമ്പനിയുടെ ഔട്ട്ലെറ്റ് വഴിയോ നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നു. 9 തരം വരുമാനം നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു ഈ ഒരു വെസ്റ്റീജ് എന്ന കമ്പനിയിലൂടെ. ഇതാണ് നമ്മുടെ കമ്പനി മാനേജ്മെന്റ്. ഹൈ വിഷനറി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡേഴ്സ്, ദീപക് സാർ, ഗൗതം ബാലി സാർ, കൺവീർ സിംഗ്, 35 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മലേഷ്യൻ കമ്പനിയിലെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലെ 35 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള 3 ഫൗണ്ടർമാരുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. ഇവരുടെ വിഷൻ എന്താണ്? ടു ഹെൽപ്പ് പീപ്പിൾ ലിവ് എ ലൈഫ് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ദെയർ ഓൺ ടേംസ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊരു സാധാരണക്കാരനെയും ലക്ഷറി ലൈഫിലേക്ക് എത്തിക്കാം. ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളിൽ ഏത് സാധാരണക്കാരനെയും ലക്ഷറി ലൈഫിൽ എത്തിക്കുക എന്നുള്ള വിഷനോടുകൂടി വെസ്റ്റീജ് കമ്പനി 2004 സ്റ്റാർട്ട് ചെയ്തു. അവരുടെ മിഷൻ എന്താണ്? ടു ഗ്രോ ടു ഗ്ലോബൽ സ്കെയിൽ ഇൻ ബിഗ് ബെഞ്ച് മാർക്ക്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ ലോകത്തെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ ആദ്യത്തെ 100 പ്ലേസിൽ വന്ന ഒരേ ഒരു ഇന്ത്യൻ കമ്പനി വെസ്റ്റീജ് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 10 പ്ലേസിൽ എത്തിക്കുക എന്നുള്ള മിഷനാണ് അവരുടെ വെസ്റ്റീജിനുള്ളത്. ലോകത്ത് തന്നെ ഏറ്റവും നല്ല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയായി മാറുക എന്നുള്ളതാണ്. 30ഓളം രാജ്യങ്ങൾ എത്തിക്കുക എന്നുള്ള മിഷനോട് കൂടി വന്നൊരു കമ്പനി മാനേജ്മെന്റ് ആണ് വെസ്റ്റീജിൻ്റെ. കമ്പനി കിട്ടിയ അവാർഡ്സും റെക്കഗ്നേഷനൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വെസ്റ്റീജ് കമ്പനി 2004 സ്റ്റാർട്ട് ചെയ്തു. ഡൽഹിയിലും ബാംഗ്ലൂരിലും 2 ഓഫീസായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ വെറും 10 പ്രൊഡക്റ്റിൽ തുടങ്ങി 6 ഡിസ്ട്രിബ്യൂട്ടർ, എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള വെറും 6 വ്യക്തികളായിരുന്നു ഈ വെസ്റ്റീജ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനിയോടൊപ്പം അസോസിയേഷൻ ചെയ്തത്. ഇന്ന് അവരുടെ വരുമാനം 21 വർഷമായി. ഇന്ന് അവരുടെ വരുമാനം, ആദ്യം സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയുടെ വരുമാനമൊക്കെ 1,68,00,000 രൂപ മാസ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തികളായി മാറി. അന്ന് ആ വെസ്റ്റീജ് കമ്പനിയെ വിശ്വസിച്ച് കമ്പനിയോടൊപ്പം അസോസിയേഷൻ ചെയ്ത ആൾക്കാർ വരുമാനം ഞാൻ പറഞ്ഞത് 75 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന മിസ്റ്റർ SP ബരൽ സാറിൻ്റെ, ഇന്ദിരാഗാന്ധി പ്രിയദർശിനി അവാർഡ് വാങ്ങിച്ച മിസ്റ്റർ SP ബരൽ സാറിൻ്റെ വിന്നിംഗ് ടീമിലാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. സ്വന്തം വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു. ഇന്ന് 5000-ലധികം ഔട്ട്ലെറ്റും 400-ലധികം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി, 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറുള്ള കമ്പനി, ഗ്രേറ്റ് പ്ലേസ് വർക്കിന് അവാർഡ് വാങ്ങിച്ചു, ഗ്ലോബൽ 100 അവാർഡ് വാങ്ങിച്ച കമ്പനി, നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് അവാർഡ് വാങ്ങിച്ചു, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയുടെ അവാർഡ് വാങ്ങിച്ച കമ്പനി, മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡിനുള്ള അവാർഡ്, TRAയുടെ അവാർഡ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി വെസ്റ്റീജിനുള്ള അവാർഡ് നിരന്തരം 3 വർഷമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഒരു 10 പ്രൊഡക്റ്റിൽ 2004 വെറും ഒരു 10 പ്രൊഡക്റ്റിൽ തുടങ്ങിയ കമ്പനി ഇന്ന് 19 കാറ്റഗറി പ്രൊഡക്റ്റായി മാറിയിട്ടുണ്ട്. 400-ലധികം പ്രൊഡക്റ്റുള്ള 19 കാറ്റഗറി പ്രൊഡക്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ വെസ്റ്റീജ് പ്രൈം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആയ പ്രൊഡക്റ്റാണ്. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വെൽനസ് പ്രൊഡക്റ്റുകൾ. എന്താണ് വെൽനസ് പ്രൊഡക്റ്റുകൾ? നമ്മളിന്ന് ഏത് കാലഘട്ടത്തിലുള്ള ഇൽനെസ് കാലഘട്ടത്തിലാണ്. അസുഖങ്ങൾ വന്ന് രോഗികളായി ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മക്കളെ പഠിപ്പിച്ചുകൊണ്ട് ഡോക്ടറാക്കാൻ വേണ്ടി ആൾക്കാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. മക്കളെ പഠിപ്പിക്കുക, ഡോക്ടറാക്കി മാറ്റുക. എന്തിനാണ്? ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുക, രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, മരുന്ന് മാഫിയകളുടെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ഇത്രയും ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്രയും ഹോസ്പിറ്റലിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും രോഗികളുടെ എണ്ണം കുറഞ്ഞു കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ടെക്നോളജി അസുഖം വരാതിരിക്കുന്നതിൽ വരാത്തത്? അസുഖങ്ങൾ എന്തുകൊണ്ട് വരാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നില്ല? അതിനാണ് ഇവിടെ വെൽനസ് പ്രൊഡക്റ്റിൻ്റെ ആവശ്യം. അസുഖങ്ങൾ വരാതെ നമ്മൾ നോക്കാൻ സാധിക്കുന്ന നിരവധി പ്രൊഡക്റ്റുകൾ വെസ്റ്റീജിലുണ്ട്. ഒന്ന് ക്രിൽ ഓയിൽ, ക്രിൽ ഫിഷ് എന്നെടുത്ത് അന്റാർട്ടിക്ക സമുദ്രത്തിലെ ക്രിൽ ഫിഷ് എന്നെടുത്ത് omega-3 അടക്കുന്ന ക്രിൽ ഓയിലുണ്ട്. കോംബയോട്ടിക്സ്, ആരോഗ്യപരമായ ദഹന പ്രക്രിയ കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്ന കോംബയോട്ടിക്സ് ഉണ്ട്. സീബക്തോം ഉണ്ട്. അതുപോലെ CMD, കോൺസെൻട്രേറ്റ് മിനറൽ ഡ്രോപ്സ്. നമ്മൾ ഇന്ന് കുടിക്കുന്ന വെള്ളം, പണ്ടത്തെ പ്രശ്നമില്ല, ഒരു വലിയൊരു പറമ്പിൽ ഒരു വീടാണ് ഉണ്ടാവുക അല്ലേ? ഇന്ന് അങ്ങനെയല്ല. 3 മക്കളുള്ള വീടാണെങ്കിൽ പറമ്പിൽ 3 ഭാഗത്ത് 3 വീടായിരിക്കും. അവരുടെ വീടിൻ്റെ കിണറിൻ്റെ സൈഡിലേക്ക് ഇപ്പോഴത്തെ ഉള്ള ടോയ്ലറ്റ് ഉണ്ടാവും അല്ലേ? ആ ടോയ്ലറ്റിൽ എല്ലാ അണുക്കളും നേരെ ഇപ്പോഴത്തെ കിണറ്റിലേക്ക് വരും. ഇന്ന് കുടിക്കുന്ന വെള്ളം വിശ്വസിച്ച് കുടിക്കാൻ സാധിക്കില്ല. ഇനി ആ കിണറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും വീണാൽ പോലും എത്തി നോക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ്. കാരണം നമ്മുടെ നോട്ടം കംപ്ലീറ്റ് മൊബൈലിലെത്തും, സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെയാണ്.
അതുകൊണ്ട് കിണറ്റിലേക്ക് എന്തെങ്കിലും വീണാൽ പോലും ചെക്ക് ചെയ്ത് നോക്കാൻ പോലും സമയമില്ലാത്ത കാലഘട്ടമാണ്. തിളപ്പിച്ച വെള്ളം കുടിക്കുന്ന കാലഘട്ടമാണ്. എല്ലാവരും വെള്ളം തിളപ്പിച്ചാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ മിനറൽസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഓക്സിജൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന് ആവശ്യമായ 84 മിനറൽസ് നമുക്ക് കിട്ടാതെ പലവിധ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് കോൺസെൻട്രേറ്റഡ് മിനറൽ ഡോസ് CMD. നിങ്ങളുടെ നിരവധി സബ്ലിംഗൽ സ്പ്രേ അവൈലബിൾ ആണ്. സബ്ലിംഗൽ സ്പ്രേ നമുക്കറിയാം, ഇന്ന് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമാണ് ഇന്ന് ഒരു പലവിധ അസുഖങ്ങൾ നമുക്ക് വരുന്നത്. വൈറ്റമിൻ B12, അതുപോലെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, മൾട്ടി വിറ്റാമിൻ, ഇങ്ങനെ നിരവധി വൈറ്റമിൻസിന്റെ അഭാവം മൂലം നമുക്കിന്ന് പലവിധ അസുഖങ്ങൾ വരാറുണ്ട്. ചെക്ക് ചെയ്തറിയാം, ഡോക്ടർമാരെ കാണിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് അസുഖം വരുന്ന സമയത്ത്. അതുപോലെ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്ക്, മുട്ടുവേദനയുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വൈറ്റമിൻ ഡി കുറവുണ്ടാവും. മുടി കൊഴിച്ചിലിന് ഹെയർ ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ പോരാ, വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. പ്രോട്ടീൻസ് കുറവുണ്ടാവും, പ്രോട്ടീൻസ് ഉപയോഗിക്കുക. ബയോട്ടിൻസിന്റെ കുറവുണ്ടാവും, അത് ഉപയോഗിക്കാം. ഇതെല്ലാം നമുക്ക് മറ്റുള്ള പല പ്രോബ്ലംസിൽ നിന്ന് മാറ്റം നേടാൻ സാധിക്കുന്നുണ്ടാവും. അതുകൂടാതെ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അത് മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ഉണ്ട്. ഇത് ചെറിയ കുട്ടികൾക്ക് പോലും, നമ്മൾ ചെറിയ കുട്ടികളുടെ മുഖത്തിൽ വെള്ള കലകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, വൈറ്റമിൻസിന്റെ അഭാവം മൂലമാണ്. അതിന് പറ്റിയൊരു സാധനമാണ്. അതുകൂടാതെ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, വിശപ്പില്ലായ്മ, ഭക്ഷണം കഴിക്കാതെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് നല്ല സൂപ്പർ സാധനമാണ്. ഗമ്മീസാണ് അത്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. രാവിലെയും വൈകുന്നേരം ഉടനെ കഴിച്ചാൽ മതി. മുതിർന്നവർക്ക് ഉപയോഗിക്കാം. ഫുൾ എനർജറ്റിക് ആയിരിക്കും. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയൊക്കെ വരാൻ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ ഹാർട്ടിന്റെ സംരക്ഷണത്തിന് പ്രോ ഹാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ന് നമുക്ക് പല ആൾക്കാർക്കും ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പേടിയാണ് അല്ലേ. ചെറുതായിട്ടൊരു വേദന വരുമ്പോൾ തന്നെ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ടെൻഷൻ തുടങ്ങും. ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് പോലും ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഹാർട്ടിന്റെ സംരക്ഷണത്തിന് എല്ലാം പ്രായമായ 35 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റാണ് Q10ഉം അതുപോലെ ഫ്ലാക്സ് ഓയിലും L-ആർജിനും. ഈ 3 പ്രൊഡക്റ്റും ഹാർട്ടിന്റെ, ഹൃദയത്തിന്റെ സംരക്ഷണത്തിനുള്ള പ്രൊഡക്റ്റാണ്. ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷ നേടുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് കൊടുക്കാം. അതുപോലെ ആൻജിയോഗ്രാം സർജറിയൊക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഫ്ലാക്സ് ഓയിൽ എന്ന് പറഞ്ഞാൽ ചണവിത്ത് നിരത്തൊരു സപ്ലിമെന്റ് ആണ്. നമ്മുടെ രക്തധമനികൾക്കുള്ളിലുള്ള ബ്ലോക്കുകളെ അലിയിച്ച് കളയാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള സപ്ലിമെന്റ്. അത് ഹാർട്ടിന് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് സ്കിൻ പ്രോബ്ലംസും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാനും പലവിധ ഹെൽത്ത് പ്രോബ്ലംസിനും ഈ ഫ്ലാക്സ് ഓയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. L-ആർജിൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. നോബൽ സമ്മാനം ലഭിച്ച പ്രൊഡക്റ്റാണ്. ആ കാണുന്ന ഒരു ശ്ലേഷയാണ്. ആ ശ്ലേഷ നമ്മളൊരു 200 ml വെള്ളത്തിൽ എല്ലാ ദിവസവും രാവിലെ കുറച്ച് ദിവസം കുടിക്കുകയാണെങ്കിൽ ഒരു 35 വയസ്സ് പ്രായമുള്ള എല്ലാ ആൾക്കാരും L-ആർജിൻ ഉപയോഗിക്കുക. നോബൽ സമ്മാനം ലഭിച്ച പ്രൊഡക്റ്റ് മാത്രമല്ല, നമ്മുടെ സിനിമാ നടൻ ശ്രീനിവാസനൊക്കെ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്ന അദ്ദേഹം ഇപ്പോഴും എന്നും പറയുന്ന, ഇന്റർവ്യൂ ചെയ്ത സമയത്ത് പറയും, ഈ L-ആർജിൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ഇപ്പോഴും എന്നെ ജീവനോടെ നിർത്തിയെന്ന് പറയും. അത്രക്കും അപാരമായ റിസൾട്ടാണ് L-ആർജിൻ്റെ അകത്തുള്ളത്. അതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ്, പ്രതിരോധശേഷി കൂട്ടാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്കറിയാം, കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ പ്രതിരോധ ശക്തിയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. അതിന് നമുക്ക് സ്പൈറലിന, നോനി, കൊളസ്ട്രം, അലോവേര, ആംല, ഇങ്ങനെ നിരവധി പ്രതിരോധശേഷി കൂട്ടാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അത് സ്പൈറലിന എന്ന് പറഞ്ഞൊരു കടൽപ്പായലാണ്, ആൽഗയാണ്. ഇത് നമുക്കറിയാം സൂപ്പർ ഫുഡ് ഓഫ് എർത്ത് എന്ന് അതിനെ പറയും സ്പൈറലിന. വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് നമുക്കറിയാം, ജോലിക്ക് പോകുന്ന ആൾക്കാർ, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും, ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്, ടയേർഡാണ്. പല സ്ത്രീകളൊക്കെ പുറത്ത് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷീണമായിട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഈ സ്പൈറലിനെ നിങ്ങൾ കഴിക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എപ്പോൾ വേണമെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഒരു സ്പൈറലിനെ കഴിക്കുകയാണെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാലും ആ രാവിലെ ഇറങ്ങുന്ന അതേ ഫ്രഷ്നെസ്, അതേ എനർജി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് സ്പൈറലിന. അതുപോലെ നോനി ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണാം, പറമ്പിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാക്കപ്പഴം എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. ഒരു വല്ലാത്ത സ്മെൽ, എലി ചത്ത് കിടക്കുന്ന സ്മെല്ലായിരിക്കും അത് പഴുത്ത് താഴെ കൊണ്ടു കഴിഞ്ഞാൽ. അതിൻ്റെ ജ്യൂസ് കുടിക്കുന്ന സിനിമാക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ? വണ്ടർഫുൾ ആയിട്ടുള്ള സാധനമാണ് അത്. അതിൻ്റെ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിൽ ഒരു അരമണിക്കൂറിന് മുന്നേ, ഭക്ഷണം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അരമണിക്കൂർ മുന്നേ ഒരു സപ്ലിമെൻ്റ് എടുക്കുക. രാത്രിയിലെ ഡിന്നറിന് മുന്നേ അരമണിക്കൂർ മുന്നേ അത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതിലെ എല്ലാ പോഷകങ്ങളും ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കാൻ, നിങ്ങൾ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നോനി. അതുപോലെ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞൊരു സപ്ലിമെൻ്റ് ഉണ്ട്. പശു പ്രസവിച്ചാൽ ഉടനെ ഉണ്ടാകുന്ന ആദ്യത്തെ 6 മണിക്കൂറിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റ്. മഞ്ഞപ്പാലുണ്ട്, പശുവിൻ്റെ ആദ്യത്തെ മഞ്ഞപ്പാൽ, അതിൻ്റെ കിടാവിന് കൊടുക്കുന്ന അത് സാധനം. അത് വളരെ വണ്ടർഫുൾ ഹൈ ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റാണ്. മാസം തികയാതൊക്കെ പ്രസവിക്കുന്ന ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ടോ അല്ലേ. 8 മാസം ആകുമ്പോൾ പ്രസവിക്കുന്ന കുട്ടികൾക്ക് എന്നും അസുഖങ്ങളാണ്. സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക്കും കഫ് സിറപ്പും കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് ചില അമ്മമാരെ. അത് കൊടുക്കാൻ ഒരു മടിയില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഒഴിവാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ആൻറ്റിബയോട്ടിക്കും കഫ് സിറപ്പൊക്കെ ഒഴിവാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? മെഡിസിൻ ഒഴിവാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഈ കൊളസ്ട്രോൾ കൊടുക്കുക. അത് പാൽപ്പൊടി പോലത്തെ ഒരു സാധനമാണ്. അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റും, മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. ഹൈ ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റാണ്. അതുപോലെ അലോവേര ഉണ്ട്. നമ്മുടെ വയറ്റിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അലോവേര കഴിക്കാം. അതുപോലെ ആംല, നെല്ലിക്ക,
ഒരു 10 നെല്ലിക്ക ഡെയിലി കഴിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല അല്ലേ? ഈ 10 നെല്ലിക്കയ്ക്ക് വരെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു ആംല കഴിക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു ആംല ഡെയിലി കൊടുക്കുവാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന പനി, ജലദോഷം, തുമ്മലൊന്നും ചാടി പിടിച്ച് ഇവർക്ക് കയറില്ല. അഥവാ വന്നാൽ തന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു ആംല, 2 ആംല 3 നേരം കഴിച്ച് ഒരു തുളസി ഡ്രോപ്സ് വെച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ പനിയൊക്കെ പമ്പ കിടക്കുന്നതാകുന്നേക്കാം. അത്രയ്ക്കും വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റാണ് ആംല. ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. അടുത്തത് ജോയിൻറ്റ് പെയിൻ, മുട്ടുവേദന. ഇന്ന് 35 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് മുട്ടുവേദന കണ്ടിട്ടുണ്ടാവും, ഷോൾഡർ വേദന കണ്ടിട്ടുണ്ടാവും, നടുവേദന കണ്ടിട്ടുണ്ടാവും, പല വേദനകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല. മുട്ടുവേദന വന്നാൽ എന്താ ചെയ്യുക? ഡോക്ടറെ കാണിക്കുന്നു, പെയിൻ കില്ലർ തരുന്നു, അത് കഴിക്കുന്നു, കുറച്ച് ദിവസം, ഒരാഴ്ചത്തേക്ക് ആശ്വാസം, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വേദന വരും, വീണ്ടും കാണിക്കും, ഒരു 5 പ്രാവശ്യം ഡോക്ടറെ കാണിക്കും. അദ്ദേഹത്തിന് പിന്നെ പറയാൻ നാണക്കടോണ്ട് പറയും, ഇനി രക്ഷയില്ല സുഹൃത്തെ, ഇനി ഒരു രക്ഷയില്ല, നിങ്ങൾ സർജറി ചെയ്തോളുക, 1 ലക്ഷം രൂപ ശരിയാക്കി വെച്ചെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും 1 ലക്ഷം രൂപ റെഡിയാക്കുന്നു, സർജറി ചെയ്യുന്നു. ആ മുട്ടുവേദന 2-3 മാസം അതിൻ്റെ പിറകെ കാണാൻ ആൾക്കാർ വരുന്നു, മുട്ടിൻ്റെ അതിനെക്കുറിച്ച് കുറേ ചർച്ച ചെയ്യുന്നു, അപ്പോഴേക്കും തുടങ്ങും അടുത്ത മുട്ടിൻ്റെ വേദന. അപ്പോൾ വീണ്ടും ഇതേ അവസ്ഥ, ഇതേ സംഭവം വീണ്ടും ചെയ്തുകൊണ്ട് 2 മുട്ട് കഴിഞ്ഞ പിന്നെ വേറെ മുട്ടില്ലാത്തതുകൊണ്ട് വേറെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ആ 2 മുട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമല്ലേ? ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ? എല്ലാ അച്ഛനമ്മമാർക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമുള്ള സുഹൃത്തുക്കളെ, 240 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള കാൽസ്യം, മഗ്നീഷ്യം അടങ്ങിയ കാൽസ്യം ഉണ്ട് നമ്മുടെ കയ്യിൽ. 240 രൂപക്ക് 2 ബിരിയാണി പോലും കിട്ടില്ല. ശരിയല്ലേ? 1 ലക്ഷം രൂപ കൊടുത്ത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. 240 രൂപ കൊടുത്ത കാൽസ്യവും മഗ്നീഷ്യം അടങ്ങിയ കാൽസ്യവും അതിൻ്റെ കൂടെ ഗ്ലൂക്കോസോമിനും കൊലാജനും കൂടെ കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ CMD കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള മുട്ടുവേദന, ഷോൾഡർ വേദന, നടുവേദന, ഇങ്ങനെയുള്ള എല്ലാ വേദനകൾക്കും അടിപൊളി റിസൾട്ട്, സൂപ്പർ റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് അമിതവണ്ണം, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൈറോയ്ഡ് പ്രോബ്ലം, PCOD പ്രോബ്ലം, പലവിധ അസുഖങ്ങളും വെയിറ്റ് കൂടുന്നതിൻ്റെ പേരിൽ വരുന്നുണ്ട്. മുട്ടുവേദനയും വെയിറ്റ് കൂടുമ്പോൾ വരും, നടുവേദനയും വെയിറ്റ് കൂടുമ്പോൾ വരും, PCODയും തൈറോയ്ഡ് പ്രോബ്ലംസ് ഒക്കെ വെയിറ്റ് കൂടുമ്പോൾ വരും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ മരുന്ന് കഴിച്ചുകൊണ്ട് കാര്യമില്ല, ആദ്യം വെയിറ്റ് കുറക്കണം. നാച്ചുറലായിട്ട് നമ്മൾ വെയിറ്റ് കുറക്കാൻ സാധിക്കും. അതിന് വീസ്ലിം ഷേക്ക് പല ഫ്ലേവറിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് വീസ്ലിം ടീ, വീസ്ലിം ക്യാപ്സൂളൊക്കെ ഉണ്ട്. ആ ക്യാപ്സൂൾ 2 രാവിലെ കഴിക്കുക, രാത്രിത്തെ ഡിന്നർ ഒഴിവാക്കിക്കൊണ്ട് ഷേക്ക് കഴിക്കുക, പായസം പോലെ ഒരു സ്കൂപ്പിൽ കഴിക്കുക. അതോടൊപ്പം തന്നെ വീസ്ലിം ടീ 3 നേരം ചായക്ക് പകരം നമ്മൾ വീസ്ലിം ടീ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ ബോട്ടിലിൽ 3 ബോട്ടിലിൽ 3 ഐറ്റംസ് ആണ്. അത് ഒരു ബോട്ടിൽ കഴിയുമ്പോൾ നിങ്ങൾ 7 കിലോ വ്യത്യാസമായിട്ടുണ്ടാവും. ഒരു 1-2 പ്രാവശ്യം കണ്ടിന്യൂ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ലിം ബ്യൂട്ടിയായി മാറിയിട്ടുണ്ടാവും. നിങ്ങൾ ഈ പ്രശ്നങ്ങൾ, മുട്ടുവേദനയൊക്കെ കുറയാൻ തുടങ്ങിയിട്ട് മറ്റുള്ള പല പ്രശ്നങ്ങളും, തൈറോയ്ഡ് പ്രോബ്ലം എല്ലാം മാറാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് വെയിറ്റ് കുറക്കാതെ ഒരു മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. അടുത്തത് നമുക്ക് പ്രോട്ടീൻ പൗഡർ ഉണ്ട്. ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീനാണ്. സോയാബീനിനെടുത്ത പ്രോട്ടീൻ പൗഡർ. നമുക്കിന്ന് എല്ലാവരും പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കിടന്ന് ജിമ്മുകാർ കഴിക്കുന്ന സാധനമായിരിക്കും ഈ പ്രോട്ടീൻ പൗഡർ അല്ലേ? ഈ പ്രോട്ടീൻ പൗഡർ ജിമ്മുകാർ കഴിക്കുന്ന ആ പൗഡർ അല്ല കേട്ടോ, മസിൽ വരാൻ വേണ്ടി കഴിക്കുന്ന പൗഡർ അല്ല. ഇത് ഏതൊരു മനുഷ്യനും അവരുടെ വെയിറ്റ് എത്രയുണ്ടോ, 80 കിലോ വെയിറ്റുള്ള വ്യക്തിക്ക് 80 ഗ്രാം പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. നിങ്ങളുടെ വെയിറ്റ് 50 കിലോ ആണെങ്കിൽ 50 ഗ്രാം പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ 16 ഗ്രാം പോലും പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല. അപ്പോൾ ഒരു ദിവസം എത്ര പ്രോട്ടീൻസിൻ്റെ അളവാണ് നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നത്? ഓരോ ദിവസം കഴിയുമ്പോൾ അത്രയും പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ് വരും. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കുറഞ്ഞ് അസുഖങ്ങൾ വരാൻ തുടങ്ങുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം 1 സ്പൂൺ പ്രോട്ടീൻ പൗഡർ കഴിക്കുക. ഐസൊലേറ്റഡ് സോയാബീൻ്റെ പ്രോട്ടീൻ പൗഡർ. രാവിലെ 1 സ്പൂൺ, രാത്രി 1 സ്പൂൺ. വേറൊരു അസുഖം വരില്ല. അത്രയ്ക്കും ബെസ്റ്റ് റിസൾട്ടുള്ള പ്രോട്ടീൻ പൗഡർ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഉള്ളത് ഡീറ്റോക്സ് ഫുഡ് പാച്ച് റെജുനേഷനിൽ പോവുകയാണെങ്കിൽ നമുക്കിന്നറിയാം, മൈഗ്രെയിൻ ലേഡീസിനൊക്കെ, പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ മൈഗ്രെയിൻ ഒന്ന് ചെറിയൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വേല് കൊണ്ടാൽ തന്നെ മൈഗ്രെയിൻ, തലവേദന വന്ന് കിടക്കുന്ന ലേഡീസിനെ കണ്ടിട്ടുണ്ടോ? ഒരു യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഛർദിയും ഒരു തലവേദന ഇല്ലാതെ ലേഡീസ് കുറവായിരിക്കും അല്ലേ? ചെറുതായിട്ടൊന്ന് സൂര്യൻ ആ വഴിക്ക് തട്ടിയാൽ മതി, അപ്പോൾ തലവേദന തുടങ്ങുന്നുണ്ടോ? മൈഗ്രെയിൻ. അല്ലെങ്കിൽ കുട്ടികളുടെ ബഹളം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തലവേദന വരുന്ന ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? അതിന് നമുക്ക് ഗാനോഡർമ, ഫ്ലാക്സ് ഓയിലും ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ മൈഗ്രെയിൻ തലവേദന ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടോ? അതുപോലെ വെരിക്കോസിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക്, മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വെരിക്കോസും വരും കുറച്ച് കഴിയുമ്പോൾ. വെരിക്കോസ് നമുക്ക് 100% മാറ്റാൻ സാധിക്കുന്നത്, 100% പൊട്ടിക്കുളമായി ഒലിച്ച കാലിന് പൊട്ടിക്കുളമായി ഇരിക്കുന്ന ആൾക്കാർ പോലും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒരു 4-5 സപ്ലിമെൻ്റ് ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈറ്റൽ കോംപ്ലക്സ്, ഗാനോഡർമ, ഫ്ലാക്സ് ഓയിൽ, എല്ലാർജിൻ ഫുഡ് പാച്ചും അതിനുള്ള കുർക്കുമിൻ പ്ലസും കൂടെ ഉപയോഗിക്കാൻ സാധിക്കുവാണെങ്കിൽ നമ്മുടെ വെരിക്കോസിൽ നിന്ന് വളരെ വണ്ടർഫുൾ റിസൾട്ട് നേടാൻ സാധിക്കുന്നുണ്ടോ? അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വാനില ഫ്ലേവറിലും ചോക്ലേറ്റ് ഫ്ലേവറിലും പ്രോട്ടീൻ പൗഡർ അവൈലബിൾ ആണ്. കുക്കിംഗ് ഓയിൽ, തവിടെണ്ണ, വെളിച്ചെണ്ണയുടെ വില എന്താ സുഹൃത്തുക്കളെ? ഇപ്പോൾ ഹെലികോപ്റ്ററിനേക്കാളും സ്പീഡിലാണ് വില കൂടിക്കൊണ്ടല്ലേ? വെളിച്ചെണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കുക. 1 ലിറ്ററിന് 430, 450 എന്തോ ആയി. നാളെ നോക്കുമ്പോൾ വീണ്ടും കൂടിയിട്ടുണ്ടാവും. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ മഹാന്മാരും എന്ത് ചെയ്യും? അതിനകത്ത് കുറേ സാധനം അടിച്ച് കയറ്റി, വിഷങ്ങളും അതും ഇതെല്ലാം അടിച്ച് കയറ്റി വെളിച്ചെണ്ണയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ശുദ്ധമായ തവിടെണ്ണ, ഒമേഗ 3 അടങ്ങിയ തവിടെണ്ണ,
വെറും 540 രൂപക്ക് 2 ലിറ്റർ തവിടെണ്ണ. സാധാരണ ലെവലിൽ ഒരു ഫാമിലിക്ക് 2 ലിറ്റർ വെളിച്ചെണ്ണ ഒരു മാസം വേണ്ടി വരും. ഇന്നത്തെ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ 870 രൂപ കൊടുത്താൽ പോലും 2 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടില്ല. ആ സ്ഥലത്താണ് വെസ്റ്റേജ് കമ്പനിയുടെ ഒമേഗ 3 അടങ്ങിയിരിക്കുന്ന തവിടെണ്ണ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നു. വളരെ മനോഹരമായ, വളരെ വണ്ടർഫുൾ ടേസ്റ്റ് ഉള്ള കുക്കിംഗ് ഓയിൽ. ഒരൊറ്റ ബോട്ടിലിൻ്റെ ഉപയോഗത്തിലുള്ള കൊളസ്ട്രോൾ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കുക്കിംഗ് ഓയിൽ അവൈലബിൾ ആണ്. അതുപോലെ ചായപ്പൊടി, കോഫി പൊടി, മസാല ടീ, ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ, ദോശ, ഇഡ്ഡലി, പുട്ട്, പച്ചരിയുടെ സാധനം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറ്റി വയറ് നിറക്കാന്നല്ലാതെ ഒരു ഗുണമുള്ള സാധനം നമുക്ക് ശരീരത്തിൽ കിട്ടൂല. അതിനാണ് ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ അവൈലബിൾ ആണ്. 299 രൂപ ഒരു വലിയ പാക്കറ്റിന്. അത് നമുക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാം ഉപയോഗിക്കാം. ഇടക്കിടക്ക് ഇഡ്ഡലി ദോശയ്ക്ക് ഒഴിവാക്കി ഇത് കഴിക്കാം കേട്ടോ. എന്നാൽ ശരീരത്തിന് എന്തെങ്കിലും ഗുണമുള്ള സാധനം കയറി പോകുന്നുണ്ടോ. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് മഞ്ചി, ചോക്ലേറ്റ് ബാറൊക്കെ ഒഴിവാക്കുക, കിറ്റ്കാറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ ബാർ അവൈലബിൾ ആണ്. 50 രൂപയേ ഉള്ളൂ. നല്ല സ്നേഹമുള്ള അച്ഛനമ്മമാരും മാമന്മാരൊക്കെ ഉണ്ടെങ്കിൽ മരുമക്കൾക്കും മക്കൾക്കൊക്കെ നല്ല പ്രോട്ടീൻ ബാറുകൾ, ചോക്ലേറ്റ് ബാറുകൾ കൊടുക്കുക. അതിന് അടിപൊളി സാധനം ഇതിനകത്തുള്ള ഫ്രഷ് ഡ്രിങ്ക് അവൈലബിൾ ആണ്. ഇനി ഇതിലുള്ള ഓറൽ കെയറിൽ പോവുകയാണെങ്കിൽ പേസ്റ്റ്, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് അവൈലബിൾ ആണ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നതും ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറിയതും ഇതിലുള്ള പേസ്റ്റാണ്. ആ പേസ്റ്റൊക്കെ ഞാൻ കാണിച്ചത് ലാസ്റ്റ്. പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് 72 രൂപക്ക് വളരെ വണ്ടർഫുൾ ആയിട്ട് പല്ല് വേദന, പല്ല് പുളിപ്പ്, മോണപ്പഴുപ്പിനൊക്കെ അപാരമായ റിസൾട്ട് തരുന്ന പേസ്റ്റ്. നമ്മുടെ നാട്ടിൽ ഡോക്ടർമാർ റെഫർ ചെയ്യുന്നൊരു പേസ്റ്റ് ഉണ്ട്. ഡോക്ടർമാർക്ക് കമ്മീഷൻ ഉണ്ടോ എനിക്കറിയില്ല. 240 രൂപ ആ പേസ്റ്റിൻ്റെ വില. ഇപ്പോൾ ആ സാധനത്തിന് പണ്ടത്തെ പോലെ പല്ല് വേദന, പല്ല് പുളിപ്പൊന്നും മാറുന്നില്ല. പരസ്യത്തിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ റിസൾട്ട് കിട്ടാറ് ഇപ്പോൾ ഉണ്ടാവില്ല. പണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടേ, ഇപ്പം അത് കിട്ടാറില്ല. നിങ്ങൾക്ക് പല്ല് വേദനയോ പല്ല് പുളിപ്പോ മോണപ്പഴപ്പോ ഉണ്ടെങ്കിൽ 72 രൂപയുടെ പേസ്റ്റ് വാങ്ങിച്ച് 2-3 ദിവസം പല്ല് തേക്കുമ്പോൾ തന്നെ മാറിയിട്ടുണ്ടോ. നല്ല പല്ല് വേദന വരുമ്പോൾ ഒന്ന് പല്ല് തേച്ചാൽ മതി, അപ്പം തന്നെ പല്ല് വേദന പോകും. അത്രക്കും റിസൾട്ട് തരുന്ന പേസ്റ്റും മൗത്ത് വാഷും ബ്രഷും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചലിന് ഹെയർ സ്പാ, കണ്ടീഷണർ, ഷാമ്പു, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ, മുടി സംരക്ഷണത്തിന്, മുടി വളരാൻ, മുടി പൊട്ടിപ്പോകാൻ, താരനും തലയിലെ പേനൊക്കെ പോകുന്ന ഷാമ്പൂസ് അവൈലബിൾ ആണ്. ഹോം കെയർ ഐറ്റംസിൽ പാത്രം കഴുകാൻ, തല തുടക്കാൻ, ടോയ്ലറ്റ് കഴുകാൻ, ഇങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റുകൾ. ഫോസ്ഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഡിഷ് വാഷും, അതുപോലെ കെമിക്കൽ, മനുഷ്യനോ പ്രകൃതിക്കോ ഹാനികരமான ഒരു യാതൊരുവിധ കെമിക്കലും ഉൾപ്പെടാത്ത നിരവധി ഹോം കെയർ ഐറ്റംസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇന്ന് നമ്മളെ വീട്ടമ്മമാരുടെ കാര്യം എന്താണ്, ഈ പാത്രം കഴുകുന്ന ലിക്വിഡ്, അത് തുണി കഴുകുന്ന പൗഡറൊക്കെ ഉപയോഗിച്ച് കെമിക്കൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കൈകൾക്ക് ചൊറിച്ചിലും എന്തെങ്കിലും കുരുക്കളും കലകളും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. വയറ്റിൽ പോലും പല പല മുഴകളൊക്കെ വരാൻ തുടങ്ങി. ഇന്ന് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫാഷനായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ത്രീകളൊക്കെ കണ്ടിട്ടുണ്ടോ? പല സ്ത്രീകൾക്കുണ്ട് വയറ്റിൽ മുഴകൾ വരുന്നു, അത് കാണിക്കുന്നു, അവർക്ക് പിന്നെ ടെൻഷനാണ്, പേടിയാണ്, പിന്നെ അതെടുത്ത് സർജറി കഴിഞ്ഞ് എടുത്ത് മാറ്റലും പല പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മാരകമായ കെമിക്കൽ അടങ്ങിയ വില കുറഞ്ഞ പ്രൊഡക്റ്റ് നിങ്ങൾ അന്വേഷിച്ച് നടന്ന് അസുഖങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരാണ്. വില കുറഞ്ഞ പ്രൊഡക്റ്റ് എവിടെ കിട്ടുന്നു അവിടെ പോയി വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു, വീണ്ടും അസുഖങ്ങളും കുരുക്കളും മുഴകളായിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് ഡോക്ടർമാരെ കാണിക്കുന്നു, കെമിക്കൽ ഡ്രഗ്സ് കഴിക്കുന്നു, അടുത്ത അസുഖം വാങ്ങിച്ചു വെക്കുന്ന ആൾക്കാരാണ്. ഇവിടെ അടുത്തത് സ്കിൻ ഫോർമുല 9 ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് പ്രൊഡക്റ്റ്. നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം, മുഖത്തിൻ്റെ ചുളിവുകളും കലകളൊക്കെ മാറ്റി 3 ലെയർ വരെ മുഖത്തിന് സ്പേസിനകത്ത് പോയി റിപ്പയർ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റുകൾ 100% നാച്ചുറൽ ആയിട്ടുള്ള പപ്പായ സ്ക്രബ്, ചാർക്കോൾ പീൽ മാസ്ക്, മഡ് മാസ്ക്, ഹെയർ മാസ്ക്, ഇതൊന്നും ഞാൻ പിക്ചറെങ്കിൽ കാണുന്നില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ കുറച്ച് പ്രൊഡക്റ്റിൻ്റെ പേരങ്ങ് പറയുന്നുണ്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ കാറ്റലോഗ് അയച്ചു തരും. അതിനകത്ത് നിങ്ങളെല്ലാം സാധിക്കുന്നു. പപ്പായ സ്ക്രബും ചാർക്കോൾ പീൽ മാസ്കും മഡ് മാസ്കും ഹെയർ മാസ്ക് ഒക്കെ അവൈലബിൾ ആണ്. ഇതാ നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റിന് പിക്ചർ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നമുക്കറിയാം, നമ്മളിന്ന് ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് TFM 76 മേലുള്ള സോപ്പ്, അഷ്വർ നീം സോപ്പ്, പച്ച കളർ സോപ്പാണ്. നീമിൻ്റെ ഏത് തരം സ്കിൻ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും, സോപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും ഈ സോപ്പ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡോക്ടർമാരെ കാണിച്ചിട്ട് മരുന്നുകൾ കഴിച്ച് വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചിട്ടും ആ സ്കിൻ പ്രോബ്ലം മാറിയിട്ടില്ലെങ്കിൽ 50 രൂപയുടെ സോപ്പ് കഴിച്ച് നല്ല ശരിക്കൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ ആ സ്കിൻ പ്രോബ്ലം മാറും. ഇത്രയും മരുന്ന് കഴിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല. ഈ ഒരു ആദ്യം കാണുന്ന പച്ച സോപ്പിൽ 50 രൂപയുടെ സോപ്പിൽ അത് മാറ്റുണ്ടാവും. എന്ത് തരം സ്കിൻ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും. ഒരു ക്രീമി സോപ്പുണ്ട് 58 രൂപ. കോംപ്ലക്ഷൻ ബാർ നമ്മുടെ PS പോലത്തെ ഒരു സോപ്പാണ്, അടിപൊളി സോപ്പാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പേസ്റ്റ് 72 രൂപയാണ്. പേസ്റ്റ് 67 72 രൂപയാണ് ആ പേസ്റ്റിൻ്റെ വില. അതുപോലെ തന്നെ ഗാനോ പേസ്റ്റ്, മോണോ പഴുപ്പിനുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള പേസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ ബ്രഷ് ഉണ്ട്, മൗത്ത് വാഷ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുക്കിംഗ് ഓയിൽ 540 രൂപേൻ്റെ വില, കുറച്ച് മുന്നത്തെ സ്ലൈഡാണ്, അതുകൊണ്ടാണ്. പിന്നെ ഷാമ്പു അവൈലബിൾ ആണ്, ഹെയർ ഓയിൽ അവൈലബിൾ ആണ്. ഷാമ്പു എന്ന് പറഞ്ഞാൽ മുടി പൊട്ടി പോകുന്നതിനും അതുപോലെ ഡാൻഡ്രഫും തലയിലെ പാനൊക്കെ പോകുന്ന ഷാമ്പു ആണ്. ഹെയർ ഓയിൽ മുടി വളരാൻ, ഇപ്പോൾ കഷൻ്റെയൊക്കെ തലേൻ്റെ സെൻറ്ററിലൊക്കെ മുടി കൊഴിയാൻ തുടങ്ങുമ്പോൾ ചേട്ടന്മാർക്കൊക്കെ ടെൻഷൻ ആവില്ലേ, മുടി കൊഴിച്ചിൽ തുടങ്ങി തല ഇവിടെ കുറച്ച് മുടി പോകുമ്പോൾ തന്നെ വിഷമം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ നല്ല ശരിക്കും ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം തലയിൽ തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം തേച്ചും കുളിച്ച് കളയാം.
മുടി നന്നായി വളരും. മുടി മരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ മുടി കട്ട് ചെയ്യാൻ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് മുടി കട്ട് ചെയ്യേണ്ടി വരും. കുറച്ച് പൈസ അങ്ങനെ നഷ്ടമാവും. പെട്ടെന്ന് മുടി മുറിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ നല്ല നീളം മുടി വരുന്നുണ്ടോ. ഈ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഡാൻഡ്രഫ് അങ്ങ് പോകും. അപ്പോൾ മുടി കൊഴിച്ചിൽ കുറച്ച് നിൽക്കും. നല്ല മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സ്പ്രേ ആവശ്യം വരും, പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യം വരും കേട്ടോ. അതിൽ 129 രൂപ കൊടുത്ത വെസ്റ്റ് കെയറിൻ്റെ പെയിൻ റിലീഫ് ക്രീം, വേദന സംഹാരി, നല്ല അടിപൊളി ക്രീമാണ്. ഒന്ന് വണ്ടിയിൽ നിന്ന് വീണ് പോയി കഴിഞ്ഞാൽ മുട്ടോ കൈ കാലുകളൊക്കെ വേദന ഉണ്ടെങ്കിൽ ഒന്ന് പെടലിലേക്ക് ഒന്ന് ഉളുക്കി കഴിഞ്ഞാൽ ഈ 129 രൂപ പെയിൻ റിലീഫ് ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ്. അതുപോലെ ടാൽക്കം പൗഡർ ഉണ്ട്, ഫുഡ് ക്രീം ഉണ്ട്. ഫുഡ് ക്രീം എന്ന് നമ്മുടെ കാലിൻ്റെ മടമ്പൊക്കെ കീറി കിടക്കുന്ന ഒരു കണ്ടിട്ടില്ല. നാട്ടിലൊക്കെ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്കും അല്ല പല ആൾക്കാർക്കും കണ്ടിട്ടും കാലിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ട്. വളരെ 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 വണ്ടർഫുൾ ആയിട്ടുള്ള സൂപ്പർ റിസൾട്ട്. 141 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കാലിനെ സ്മൂത്ത് ആക്കി എടുക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ തറ തുടക്കാൻ അൾട്രാ സ്വാബ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന ലൈസോൾ പോലത്തെ പ്രൊഡക്റ്റ് അല്ല കേട്ടോ, അടിപൊളി സാധനമാണ്. അതോടൊപ്പം പാത്രം കഴുകുന്ന ഡിഷ് വാഷ് പോസ്പേറ്റ് ഫ്രീ ആയിട്ടില്ല. ആ ഒരു സാധനം 190 രൂപയാണെങ്കിൽ പോലും കോൺസെൻട്രേറ്റഡാണ്. ഒരൊറ്റ ഡ്രോപ്സ് മതി ഒരു ദിവസം നിങ്ങളെ മുഴുവൻ വീട്ടിലേക്കുള്ള പാത്രം കഴുകാൻ ഒറ്റ ഡ്രോപ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു പാത്രത്തിലേക്ക് ഒരു ചെറിയ ബോട്ടിലേക്ക് ഒരു ഡ്രോപ്സ് ഇട്ടിക്കുക, ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ ആ ഡ്രോപ്സ് കൊണ്ട് പാത്രം കഴുകാൻ സാധിക്കും. ഒരു 4 മാസം വരെ ആ ഒരു ബോട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഫോസ്ഫേറ്റ് ഫ്രീ ആണ്, യാതൊരുവിധ ടെൻഷനും ഉണ്ടല്ല. ഇന്ന് പല സ്ത്രീകൾക്കും കൈക്കുണ്ടാവുന്ന പ്രോബ്ലങ്ങൾ, ചൊറിച്ചലും അല്ലെങ്കിൽ എന്തെങ്കിലും കുരുക്കളും വ്രണങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാത്രം കഴുകുന്ന ലിക്വിഡ് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് അസുഖം മാറിയിട്ടുണ്ട്. അതുപോലെ ടോയ്ലറ്റ് ക്ലീനർ 110 രൂപ. നമ്മൾ അബ്ബാസ് ക്ലീൻ ചെയ്യുന്ന ടോയ്ലറ്റ് എല്ലാം പറഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ടോയ്ലറ്റിനെ അത്രയ്ക്കും ഭംഗിയായിട്ട് സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ട് ടോയ്ലറ്റ് ക്ലീനർ അവൈലബിൾ ആണ്. ഡിറ്റർജൻറ്റ് പൗഡർ, ഷാറൂഖ് ഖാൻ പരസ്യം പറഞ്ഞ ഡിറ്റർജൻറ്റ് പൗഡറിന് 5 കോടി കൊടുത്ത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന സോപ്പ് പൊടി. ആ സോപ്പ് പൊടിയല്ല ഇതൊന്ന് ഉപയോഗിച്ച് നോക്കും, ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നോക്കും. നമ്മുടെ ബക്കറ്റിൻ്റെ അകത്ത് ഒരു നമ്മുടെ നാട്ടിലുള്ള സോപ്പ് പൊടി ഇട്ടൊന്ന് കൈ ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും അല്ലേ. എന്തുകൊണ്ടാണ്? കെമിക്കലാണ്. അത് നമ്മുടെ കൈക്ക് പിന്നീട് എഫക്റ്റായി മാറുന്നുണ്ടാവും. ആ കൈ കൊണ്ട് നമ്മൾ അടുത്ത വീട്ടിൽ അടുക്കള പണിയെടുക്കുന്നുണ്ടാവും. ആ കൈയിലേക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. അവസാനം വയറ്റിലോട്ട് പോയി മുളകൾ വരുന്നത്. അതുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് സോപ്പ് പൊടി അവൈലബിൾ ആണ്. ഹാൻഡ് വാഷ് അവൈലബിൾ ആണ്. പഞ്ച് തുളസി, 5 തരം തുളസി ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. 175 രൂപക്ക് നിങ്ങളുടെ വീട്ടിലൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പറ്റും. 175 രൂപക്ക് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാതെ നിങ്ങൾ അസുഖങ്ങൾ മാറ്റാൻ പറ്റും. ഈ 175 റുപ്പീസ് കൊണ്ട് ഒരു പഞ്ച തുളസി വാങ്ങിച്ച് വീട്ടിൽ വെക്കുവാണെങ്കിൽ വയറുവേദന, പീരീഡ്സ് സമയത്ത് വരുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന വയറുവേദന ഒരു ഗ്ലാസ്സിൽ 2-3 ഡ്രോപ്സ് കുടിച്ച് ഗ്ലാസ് താഴെ വെക്കുമ്പോൾ വയറുവേദന പോയിട്ടുണ്ടാവും. അത്രയ്ക്കും റിസൾട്ടാണ്. പീരീഡ്സ് സമയത്ത് വരുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന വയറുവേദന വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ 2-3 ഡ്രോപ്സ് ഉറ്റിക്കുക, കുടിക്കുക, ഗ്ലാസ് താഴെ വയ്ക്കുക, അടുത്ത പണി സ്റ്റാർട്ട് ചെയ്ത് ഒരു കുഴപ്പമുണ്ടാകും. അടുത്തത് പല്ലുവേദന ഉണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ അകത്ത് കുറച്ച് 2 ഡ്രോപ്സ് ഉറ്റിക്കുക, കടിച്ചങ്ങ് പിടിക്കുക, പല്ലുവേദന വിത്തിൻ സെക്കൻഡിലങ്ങ് പോകും. ആ കൈ വായിന്ന് പുറത്തെടുക്കും, പല്ലുവേദന പോയിട്ടുണ്ടാവും. അത്രയ്ക്കും റിസൾട്ടാണ്. അതുപോലെ കഫക്കെട്ടിന്, ജലദോഷം, കഫക്കെട്ട്, പനിയൊക്കെ ഉള്ള ആൾക്കാർക്കും അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2-3 ഡ്രോപ്സ് വെച്ച് കുടിക്കുക. കുട്ടികൾക്കടക്കം കൊടുക്കാൻ പറ്റുന്ന ഒരു അപാരമായ മൃതസഞ്ജീവനി എന്ന് പറയാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഡ്രോപ്സ് ആണ് ഈ തുളസി ഡ്രോപ്സ്. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ആംലയും കൂടെ കഴിക്കുകയാണെങ്കിൽ പനിയും ജലദോഷം വന്ന് വെറുതെ ആശുപത്രിയിൽ പോയി ട്രിപ്പിട്ട് കിടത്തേണ്ട പൈസ ലാഭിക്കാം. സുഖസുന്ദരമായിട്ട് പനി മാറ്റിയെടുക്കാം. ആൻറ്റിബയോട്ടിക് കഫ് സിറപ്പും കൊടുക്കാതെ ഈ 175 രൂപയുടെ തുളസി ഡ്രോപ്സും 180 രൂപയുടെ ആംലയും കൂടെ കഴിച്ചാൽ ഈ പനിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പമ്പ കിടക്കും. അത്രയ്ക്കും സൂപ്പർ സ്പീഡാണ്. അടുത്തത് ഫ്രഷ്നർ ഡ്രിങ്ക്. നമുക്ക് വീട്ടിലൊക്കെ ടാങ്കും രസനിക്ക് കലക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ട് ഫ്രഷ്നർ ഡ്രിങ്ക്. എനർജി നല്ല ഫുൾ പവറായി നിൽക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. സപ്ലിമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലാക്സ് ഓയിലിൻ്റെ ഇതിനകത്തുണ്ട്. ഇത്രയും പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത നമ്മുടെ ബെനിഫിറ്റുകളെ കുറിച്ച് പറയാം. എന്താണ് നമ്മുടെ ഈ ബിസിനസ്? നമുക്ക് എന്താണ് ഈ ബിസിനസ്സിലുള്ള പ്രയോജനം? ഇവിടെ നമ്മൾ സാധാരണ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ ജനിച്ചെന്നോട്ട് കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. പല്ല് തേക്കാൻ തുടങ്ങി എന്നോട്ട് പേസ്റ്റ് വാങ്ങിക്കുന്നുണ്ടാവും, കുളിക്കാൻ തുടങ്ങി എന്നോട്ട് സോപ്പ് വാങ്ങിക്കുന്നുണ്ടാവും, തുണി കഴുകാനും പാത്രം കഴുകാനും തറ തുറക്കാനും ചായപ്പൊടിയും കോഫി പൊടിയൊക്കെ നമ്മൾ അറിയുന്ന നമ്മുടെ പരിചയക്കാരൻ്റെ ചേട്ടൻ്റെ കടയിൽ പോയിട്ട് വർഷങ്ങളായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്ന 97 പേരും. ശരിയല്ലേ? ഈ കാണിക്കുന്ന ഷോപ്പിലൂടെ സാധനം വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് തരാറുണ്ടോ സുഹൃത്തുക്കളെ? MRP കൊടുത്ത് നിങ്ങൾ സാധനം വാങ്ങിക്കുകയാണ്, ഡിസ്കൗണ്ട് ഇല്ല. തൊട്ടിപ്പുറത്ത് വെസ്റ്റീജിൻ്റെ ഷോപ്പ് ഇരിക്കുകയാണ്, അവിടെ പോയി സാധനം വാങ്ങിക്കുകയാണെങ്കിൽ 35% ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പം പണ്ട് 20% ഉണ്ടായിട്ടു, ഇപ്പം 35% ഡിസ്കൗണ്ട് ആയി തുടങ്ങി. 100 രൂപയുടെ പടച്ച് വാങ്ങിക്കുമ്പോൾ 65 രൂപ കിട്ടും. അപ്പോൾ ഷോപ്പിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലായോ? ഇത്രയും വർഷം നിങ്ങൾ ഷോപ്പിലൂടെ സാധനം വാങ്ങിച്ചപ്പോൾ ഒന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വെസ്റ്റീജിലോട്ട് വരുമ്പം 35% ഡിസ്കൗണ്ട് പ്രൊഡക്റ്റ് തരുന്നു. അടുത്തത് ക്യാഷ് ബാക്ക് കിട്ടാറുണ്ടോ? നിങ്ങളുടെ സ്വന്തം ചേട്ടൻ്റെ, നിങ്ങളുടെ സ്വന്തം നാട്ടിലുള്ള പരിചയക്കാരൻ്റെ കടയിൽ പോയി സാധനം വാങ്ങിച്ചാൽ വരുമാനം വരും അക്കൗണ്ടിലേക്ക്? വരില്ല.
ഇവിടെ വെസ്റ്റീജിൽ നിന്നും 5 മുതൽ 16% വരെ ക്യാഷ് ബാക്ക് നമ്മൾ 10-ാം തീയതി ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന കുളിക്കുന്ന സോപ്പും പല്ലി തേക്കുന്ന പേസ്റ്റും ചായപ്പൊടിയും കുക്കിംഗ് ഓയിലും വാങ്ങിക്കുന്നത് വഴി 5 മുതൽ 16% വരെ വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം കമ്പനി നമുക്ക് തരികയാണ്. ഫ്രീ പ്രൊഡക്റ്റ് തരാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കടക്കാരൻ ചേട്ടൻ നമുക്ക് ആയിരിക്കും സാധനം വാങ്ങിക്കുമ്പം 1000 രൂപയുടെ സാധനമായി എന്നാൽ കുറച്ച് സുഷിത ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് എടുത്തു. കുറേ കാലമായില്ലേ നീ ഇവിടെ ഒന്ന് സാധനം വാങ്ങിക്കുന്നത്, ഇപ്പോൾ പണിയൊക്കെ കുറവല്ല, മഴ കൂടുതലല്ലേ, പണിക്ക് പോകാതെ കുറേ ദിവസമായില്ലേ, എന്നാൽ ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് എടുത്തോ. നീ ഇതോട് പറഞ്ഞിട്ടുണ്ടോ? ആരാ അങ്ങനെ ദിലീപാടിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരാൾ പോലും നമുക്കൊരു ഫ്രീ പ്രൊഡക്റ്റ് തരില്ല. ഇവിടെ 10% ഫ്രീ പ്രൊഡക്റ്റാണ്. 1000 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോൾ 100 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ. അടുത്തത് കൺസിസ്റ്റൻസി ബെനിഫിറ്റ്. 4 മാസം സ്ഥിരമായിട്ട് നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിനടുത്തുള്ള കടയിൽ പോയിട്ട് എത്ര വർഷങ്ങളായി സാധനം വാങ്ങിക്കുന്നു? ഏതെങ്കിലും രാമേട്ടൻ്റെയോ നാരായണേട്ടൻ്റെയോ ഏതെങ്കിലും ഇക്കയുടെ അബൂബക്കറിൻ്റെ കടയിൽ നിന്നൊക്കെ പോയി സാധനം വാങ്ങിക്കുന്നുണ്ടാവും. ഒരു ചിരി മാത്രം ആദ്യമല്ലേ, സാധനം വാങ്ങിച്ച് പൈസയും കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിരി അങ്ങ് പോകും. ഇവിടെയാണ് വെസ്റ്റീജിൻ്റെ കൺസിസ്റ്റൻസി ബെനിഫിറ്റ്. സ്ഥിരമായിട്ട് 4 മാസം സാധനം വാങ്ങിച്ചാൽ 3000 രൂപ MRP യുടെ സാധനം 5-ാമത്തെ മാസം ഫ്രീ. 3000 രൂപ 4 മാസം കൊണ്ട് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് തരികയാണ്. സ്വന്തം വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് വഴി 4 മാസം സ്ഥിരമായിട്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് 3000 രൂപ MRP വരുന്ന ഏകദേശം 2515 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ. ഡിസ്ട്രിബ്യൂട്ടർ പൈസ 2515, MRP 3000 രൂപയുടെ ഫ്രീ ആണ്. 100% ഗ്യാരണ്ടിയാണ്. നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ഐശ്വര്യ റായി പറഞ്ഞ ലക്സ് സോപ്പ്, അമലാപോൾ പറഞ്ഞ ചന്ദ്രിക സോപ്പൊക്കെ, ഷാറൂഖ് ഖാൻ പറഞ്ഞ സോപ്പ് കൂടെയൊക്കെ പരസ്യത്തിൽ പറയുന്ന പോലെ ഗ്യാരണ്ടി ഉണ്ടോ? വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി തുണിയിലത് ബക്കറ്റിൻ്റെ അകത്തിട്ട് കലക്കിയ ശേഷം അത് വല്ലാണ്ട് കൈ ചൂടാണ് സാറേ, എനിക്കിത് വേണ്ട, കച്ചവടക്കാരനോട് തിരിച്ചു കൊടുത്താൽ തിരിച്ചെടുക്കുമോ? പൊട്ടിച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കലല്ല, ഒന്നും ഉണ്ടാവില്ല. ഇവിടെ വെസ്റ്റീജ് കമ്പനി 100% മണി ബാക്ക് ഗ്യാരണ്ടി. വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് ഉപയോഗിക്കാം, 30% യൂസ് ചെയ്യാം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ട് പോളിസിയിലൂടെ നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് പൈസ തിരിച്ചു ചെയ്യുന്നുണ്ടാവും. ആരെങ്കിലും തരുമോ സുഹൃത്തുക്കളെ? ഒരു ഷോപ്പ് ചേഞ്ചിങ്ങളുടെ 50% ബെനിഫിറ്റ് നമ്മളെ കസ്റ്റമറിലേക്ക് തിരിച്ചു തരുന്ന കമ്പനി സ്വന്തം വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെലവാക്കുന്ന തുകയുടെ പകുതിയോളം നമ്മളിലേക്ക് തിരിച്ചു വരാനൊരു അവസരം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 98 പേരുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വെസ്റ്റീജിൻ്റെ ഒരു കസ്റ്റമറായി മാറുക. നിങ്ങൾ ആരാണോ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് ആ വ്യക്തിയോട് പറഞ്ഞു രജിസ്ട്രേഷൻ ചെയ്യുക കമ്പനിയോടൊപ്പം ഫ്രീ ആയിട്ട്. നിങ്ങളുടെ മൊബൈലിനകത്തൊരു ഫ്രാഞ്ചൈസി ഓപ്പൺ ആക്കി തരും. അതിനുശേഷം വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. യൂസ് ദ പ്രൊഡക്റ്റ്. നമ്മൾ ആവശ്യമുള്ള നമ്മൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനം മാത്രം വെറുതെ വരുമാനം കൂടാൻ വേണ്ടി വാങ്ങിച്ച് കട്ടിൻ്റെ അടിയിലോട്ട് വെക്കാനല്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങളുടെ പൈസക്ക് എത്ര കപ്പാസിറ്റിയുള്ള ഏത് സാധാരണക്കാരനായും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുക. യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഷെയർ ദ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് കിട്ടിയ സന്തോഷം ഷെയർ ചെയ്യുക. അല്ലാതെ വാങ്ങിച്ച് വിറ്റ് നടക്കലല്ല. നമ്മുടെ നാട്ടിൽ പല ചേച്ചിമാരെ കണ്ടിട്ടുണ്ടാവും, കുറേ സാധനം വാങ്ങിച്ച് ബാഗിൽ വെച്ചിട്ട് ഇങ്ങനെ വിറ്റ് നടക്കുന്ന കണ്ടിട്ടുണ്ട്. ടോയ്ലറ്റ് ക്ലീനർ വേണോ, സോപ്പ് വേണോ, പേസ്റ്റ് വേണോ എന്ന് വെച്ച് വിറ്റ് നടക്കുന്ന ചേച്ചിമാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ ബിസിനസ് അല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അതിൽ കിട്ടിയ സന്തോഷമാണ് ഷെയർ ചെയ്യേണ്ടത്. ഐശ്വര്യ റായി പറയുന്നത് ഉപയോഗിച്ചിട്ടല്ല. ഷാറൂഖ് ഖാൻ പറഞ്ഞത് തുണി കഴുകിയിട്ടല്ല. ഷാറൂഖ് ഖാൻ പറഞ്ഞത് അബ്ബാസിന് ടോയ്ലറ്റ് കഴുകാൻ അറിയില്ല, പരസ്യത്തിന് വേണ്ടി കോടികൾ വാങ്ങിച്ചുകൊണ്ട് കക്കൂസ് കഴുകി കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടാണ് ഷെയർ ചെയ്യേണ്ടത്. അതിൽ കിട്ടിയ സന്തോഷമാണ് നിങ്ങൾ പറയേണ്ടത്. നല്ല ഒരു സിനിമ മോഹൻലാലിൻ്റെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? അടിപൊളി സിനിമയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് അത് 100 കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട്. നമ്മളല്ലേ അതിനെ പബ്ലിസിറ്റി ആക്കിയത്. ആ സിനിമ കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? നമ്മളാണ്. സിനിമ കാണുന്ന ആൾക്കാർ, പ്രേക്ഷകരാണ് അതിനെ ഇത്രയും വലിയ 5 കോടി 100 കോടി ക്ലബിലേക്ക് എത്തിച്ചത്. കണ്ട സിനിമയുടെ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്തപ്പോൾ ആ പടം ഇത്രയും വലിയ ഹിറ്റായി മാറിയത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതും വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ എക്സൈറ്റ്മെന്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ ആൾക്കാരോട് പറയലല്ല. ഉപയോഗിച്ച് ഇഷ്ടമാണെങ്കിൽ സത്യസന്ധമായിട്ട് ഈ കൺസ്യൂമർ ബെനിഫിറ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ പ്രൊഡക്റ്റും ഇത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതും ക്യാഷ് ബാക്ക് കിട്ടുന്നതും ഒക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കൂ. 1 ലക്ഷം രൂപ വരുമാനം മാസം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആക്കിയിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോടൊപ്പം 9 തരം വരുമാനം. എന്ത് സുന്ദരമാണല്ലേ? വീട്ടിലേക്ക് വാങ്ങിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് അസുഖമില്ലാത്തൊരു വ്യക്തിയായി മാറിക്കൊണ്ട് 9 തരം വരുമാനം വാങ്ങിക്കാനൊരു അവസരം. സേവിങ്സ് ഓഫ് കൺസപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു 35%. അക്കുമുലേറ്റഡ് പെർഫോമൻസ് ബോണസ് 5 മുതൽ 16%. അതെല്ലാ മാസം 10-ാം തീയതി നമുക്ക് തരും.
ഇത് നമ്മൾ ക്യുമുലേറ്റീവായിട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ എല്ലാവരും വർഷങ്ങളായിട്ട് സോപ്പും പേസ്റ്റും വാങ്ങിക്കണം. ഒരു 1000 രൂപക്ക് സാധനം അല്ലെങ്കിൽ 2000 രൂപയുടെ സാധനം, ഒരു 3000 രൂപ, അല്ലെങ്കിൽ വലിയൊരു പണക്കാരനൊക്കെ ആണെങ്കിൽ റിച്ചൊക്കെ ആണെങ്കിൽ 5000 10,000 സാധനം വീട്ടിലേക്ക് കൊണ്ടുവരും. സാധാരണക്കാർക്ക് എന്തെങ്കിലും പാത്രം കഴുകാതെ തുണി കഴുകാതെ ഇരിക്കില്ല. ഒരു 1000 1500 സാധനമൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സാധനം വാങ്ങിക്കുന്നുണ്ടോ? കഴിഞ്ഞ മാസം വാങ്ങിച്ചു, ഒരു 1000 2000 3000 വാങ്ങിച്ചു, അവിടെ നമുക്കൊന്നും ലഭിക്കാനില്ല. പിറ്റത്തെ മാസം വാങ്ങിക്കുന്നു. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നു. നമ്മുടെ മക്കളെ എവിടെയെങ്കിലും അവരും വാങ്ങിക്കുന്നുണ്ടോ? പോലെ എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ 4 വർഷം മുന്നേ വെസ്റ്റീജിൽ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചപ്പോൾ 3000 രൂപക്ക് സാധനം വാങ്ങിച്ചപ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി. അവിടെ 100 പോയിന്റ് വന്നു. പിറ്റത്തെ മാസം സാധനം വാങ്ങിച്ചു. ഞാൻ മാത്രമല്ല, ഞാൻ എക്സ്പീരിയൻസും എക്സൈറ്റ്മെൻറ്റും ഷെയർ ചെയ്തപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങി. അവരും വാങ്ങിച്ചോ 100 200 കുറച്ച് സാധനങ്ങൾ പോയിന്റ് വാങ്ങിച്ചപ്പോൾ ഈ പോയിന്റ് കൂടി വരാൻ തുടങ്ങി, ക്യുമുലേറ്റീവായി കൂടാൻ തുടങ്ങി. അവിടെയാണ് ഞാൻ 16% എത്തിയത്. ആ 16% എത്തുന്ന സമയത്ത് ഡയറക്ടർ ബോണസ് എനിക്ക് എല്ലാ മാസവും ഒരു 15% ഡയറക്ടർ ബോണസും ഒരു 13,500 രൂപ കിട്ടാൻ തുടങ്ങി. സ്വന്തം വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചപ്പോൾ അതിൽ കിട്ടിയ സന്തോഷം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തപ്പോൾ മൂന്നാമത്തെ മാസം എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് 13,500 രൂപയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു വരുമാനം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർ എന്നോടൊപ്പം സീരിയസ് ആയ ബിസിനസ്സിലേക്ക് വന്നു. 6 വ്യക്തികൾ. ആ 6 വ്യക്തികളിലേക്ക് വരുമാനം എത്തിക്കാൻ വേണ്ടി അവരെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഗുണം? നമ്മളെ കൂടെ നിൽക്കുന്ന ഫാമിലിയെ ഒന്ന് സഹായിക്കുക, ഒരു വരുമാനം എത്തിച്ചു കൊടുക്കുക അവർക്ക്. നമ്മൾക്ക് കിട്ടിയ വരുമാനം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ടീം ബിൽഡിംഗ് ബോണസും ലീഡർഷിപ്പ് ബോണസും ട്രാവൽ ഫണ്ടും കാർ ഫണ്ടും ഹൗസ് ഫണ്ടും എലൈറ്റ് ക്ലബ്ബ് ബോണസും ഇങ്ങനെ നിരവധി വരുമാനങ്ങളായിട്ട് നമ്മളിലേക്ക് വരുവാണ്. ഈ 9 തരം വരുമാനത്തിൽ ആദ്യത്തെ 8 തരം വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ് ഞാൻ. 9ാമത്തെ വരുമാനം എൻ്റെ മനസ്സിൽ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നത് ഈ വരുന്ന കേരളത്തിൽ നടക്കുന്ന ഫാമിലി റിയൂണിയൻ FRUന് മുന്നേ ആ 9ാമത്തെ ഇൻകം വാങ്ങിക്കുന്ന ഒരു വാശിയോട് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇത് വീടിൻ്റെ ഫണ്ട് നിലക്കാതെ ഇൻകമാണ്. ജീവിതകാലം മുഴുവനും നമ്മൾ അക്കൗണ്ടിലേക്ക് എല്ലാ മാസം 10ാം തീയതി ആകുമ്പോൾ വീടിൻ്റെ EMI വരും. എല്ലാ മാസം 10ാം തീയതി ആകുമ്പോൾ കാറിൻ്റെ EMI വരും. എല്ലാ മാസം 10ാം തീയതി ആകുമ്പോൾ ട്രാവൽ ചെയ്യാനുള്ള ഫണ്ട്. ഞാൻ കുറച്ച് മുന്നേ വരെ, ഞാൻ അടുത്ത വർഷം നാട്ടിൽ വരുവാണ്, വാങ്ങിക്കേണ്ട കാറിൻ്റെയും വാങ്ങിക്കേണ്ട ബൈക്കിൻ്റെയും വീഡിയോ കണ്ടിരിക്കാൻ ഞാൻ എൻ്റെ മകനും കൂടെ അടുത്ത വർഷം നാട്ടിലേക്ക് വരുവാണ്. ഡ്രീം കാറും ഡ്രീം ബൈക്കും അത് കണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിരിക്കാൻ ഞാൻ കുറച്ച് ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ വരെ സ്വപ്നമാണ്. നല്ലൊരു വാഹനം വാങ്ങിക്കുക, നല്ലൊരു വീട് വെക്കുക, വിദേശ യാത്രകൾ പോവുക, കൂടെ വന്നിരിക്കുന്ന ഫാമിലിയോടൊപ്പം വിദേശ യാത്രകൾ പോവുക, അതെൻ്റെ സ്വപ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഫാമിലി ഫോറിൻ ട്രിപ്പ് പോകാതിരിക്കണം. എൻ്റെ കൂടെയുള്ള ആരെങ്കിലും ഫാമിലിയും കൂടി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും 9 തരം വരുമാനം നമ്മളിലേക്ക് വരികയാണ്. അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഇതിൽ 16%, ഇതിലൊരു 13,500 എനിക്ക് വരുമാനം കിട്ടിയ സമയത്ത് ഡയറക്ടർ ബോണസും ടീം ബിൽഡിംഗ് ബോണസായിട്ട് എനിക്ക് 13,500 കിട്ടി. എപ്പോഴാണ് അത് എനിക്ക് വന്നത്? ഞാൻ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ 5,500 പോയിന്റ്. ആദ്യം 100 പോയിന്റ് വാങ്ങിച്ചെങ്കിൽ എല്ലാ മാസവും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ചപ്പോൾ പോയിന്റ് കൂടി വരാൻ തുടങ്ങി. എൻ്റെ കൂടെ വന്നിരിക്കുന്ന 6 വ്യക്തികൾ ബിസിനസ് സീരിയസ് ആയി അവർ വാങ്ങിക്കുന്ന പോയിന്റ്സും വരാൻ തുടങ്ങി. അവരിലൂടെ ഒരു കുറേ പോയിന്റ്സ് ഇങ്ങനെ കൂടി വരുമ്പോൾ 5,500 പോയിന്റ് ആകുമ്പോൾ ഞാൻ ഡയറക്ടറായി മാറിയത്. ആ സമയത്ത് എനിക്ക് കിട്ടുന്ന ബ്രോൺസ് ഡയറക്ടറിൻ്റെ ഇൻകമാണ് 13,500. പിന്നെ എനിക്കിതിന് അടുത്ത പ്രൊമോഷനിലേക്ക് പോകാൻ സാധിച്ചു. അതെങ്ങനെ? സിൽവർ ഡയറക്ടർ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയുക, പഴഞ്ചൊല്ല് വരെ മാറ്റി തിരിച്ച ഒരു അവസ്ഥ വെസ്റ്റീജിനുള്ളത്. നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്ന് വളവാന്നല്ലേ. ഇവിടെ നേരെ തിരിച്ചാണ്. ഒരാൾ വിജയിക്കുമ്പോൾ നമ്മൾ വിജയിക്കുന്ന അവസ്ഥ. ഒരു വ്യക്തിയെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ വരുമാനം എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് ഒരു ഫാമിലിക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ കമ്പനി എനിക്ക് പ്രൊമോഷൻ തന്നു. സിൽവർ ഡയറക്ടർ ആവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ വിദേശ യാത്രകൾ പോകാൻ ട്രാവൽ ഫണ്ട് തരുന്നു. LOB ലീഡർഷിപ്പ് ഓവർ റൈഡിങ് ബോണസ്, ഇതിലേറ്റവും വലിയ ഇൻകം വാങ്ങിക്കാൻ സാധിക്കുന്നു. ഒരു ഫാമിലി വിജയിപ്പിച്ചാൽ മതി. കൂടെ വന്നിരിക്കുന്ന ഒരൊറ്റ ഫാമിലിക്ക് ഒരു 5,000 രൂപയുടെ വരുമാനം 3 മാസം വാങ്ങിച്ചു കൊടുക്കാം. ഒരു മാസം വാങ്ങിച്ചു കൊടുത്താൽ ട്രാവൽ ഫണ്ട് കിട്ടും. പക്ഷെ അത് സ്ഥിരമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാ മാസവും ട്രാവൽ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. സിൽവർ ഡയറക്ടർ ആവുന്ന സമയത്ത് രണ്ടാമത്തെ ഫാമിലിക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഗോൾഡ് ഡയറക്ടറായി മാറും. ഞാൻ നേരത്തെ പറഞ്ഞ പൊസിഷൻ ഒരു 25,000 30,000 50,000 ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന പൊസിഷനാണ്. ഇത് ഗോൾഡ് ഡയറക്ടറായി മാറുമ്പം ഒരു 40,000 1 ലക്ഷം വരെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന പൊസിഷനാണ് ഗോൾഡ് ഡയറക്ടർ ആവുന്ന സമയത്ത്. 3 ഫാമിലിയെ ഒന്ന് സക്സസ് ആക്കുന്ന സമയത്ത്, 3 കുടുംബത്തിലേക്ക് വരുമാനം എത്തിക്കുന്ന സമയത്ത് സ്റ്റാർ ഡയറക്ടർ, കാർ ഫണ്ട് അച്ചീവർ ആവാൻ. കാറ് വാങ്ങിക്കാൻ EMI തരുന്ന കമ്പനി ജീവിതകാലം മുഴുവൻ എത്ര കാർ വേണമെങ്കിലും അതിന് EMI മാസാമാസം തന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ ഏതായിക്കൂടെ, മെർസിഡീസ് ബെൻസോ പോർഷയോ ഓഡി കാറോ ഏത് വേണോ അത് വാങ്ങിക്കാം. അതിന് EMI കമ്പനി പേ ചെയ്യുന്നുണ്ടാവും. ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞ് EMI കഴിഞ്ഞാൽ അടുത്ത കാറ് വാങ്ങിക്കാനുള്ള അവസരം നമുക്ക് അവിടെ കമ്പനി തരുന്നുണ്ട്.
എൻ്റെ ഓർഗനൈസേഷനിൽ ഞാൻ കാർ ഫണ്ട് അച്ചീവറാണ്. എൻ്റെ ടീമിൽ സുരേഷ് ആൻഡ് അശ്വിനി കാർ ഫണ്ട് അച്ചീവറാണ്. ഭീമ മേഡം കാർ ഫണ്ട് അച്ചീവറാണ്. 3 വ്യക്തികൾക്ക് കാറിൻ്റെ ഫണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരു 10ഓളം ആൾക്കാർ അതിൻ്റെ വക്കിലേക്ക് ഇരിക്കുക. 10 പേർക്കെങ്കിലും വീണ്ടും കാർ ഫണ്ടിലേക്ക് പോകാൻ സാധിക്കുകയാണ്. ഇത് ആജീവനാന്ത കേട്ടോ, നിലക്കാത്ത വരുമാനം. നിങ്ങൾ ഈ ലോകത്തില്ലെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വന്നുകൊണ്ടിരിക്കും സുഹൃത്തുക്കളെ. കാറിൻ്റെ ഫണ്ട് മക്കൾക്ക് എത്ര വേണമെങ്കിലും കാർ വാങ്ങിച്ച് ഉപയോഗിക്കാം. ഏതെങ്കിലും ജോലി സാധിക്കും. അത് 4 ഫാമിലിയെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് ഡയറക്ടർ ആവാൻ സാധിക്കും. ഏഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങൾ, സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകാൻ ആഗ്രഹമുണ്ടോ? സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാൻ 2 ലക്ഷം രൂപ ചിലവാണ്. അവിടെയൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്. ഡയമണ്ട് ഡയറക്ടറായി മതി. 4 ഫാമിലിയെ സഹായിച്ച് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡയമണ്ട് ഡയറക്ടറായി മാറാം. ഇതാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്ന പൊസിഷൻ. എൻ്റെ കൂടെ ആദ്യം ജോയിൻ ചെയ്തത് 6 വ്യക്തികളാണ്. ഈ 6 ഫാമിലിയെ ഒരു വരുമാനത്തിലെത്തിച്ച് കൊടുത്തു. ഈ 6 ഫാമിലിക്കും 3 മാസം കണ്ടിന്യൂ വരുമാനം വാങ്ങിച്ചു കൊടുത്തപ്പോൾ കമ്പനി എനിക്കൊരു പ്രൊമോഷൻ, വീട് വെക്കാനുള്ള ഫണ്ട് ജീവിതകാലം മുഴുവൻ എല്ലാ മാസവും വീടിൻ്റെ EMI തന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീട് വെക്കുക. ദുബായിൽ വന്നിട്ട് 21 വർഷമായി. ഞാൻ ഉള്ള വീടിൻ്റെ മുകളിൽ പണിയെടുത്ത് താഴോട്ടും മേലോട്ടും പണിയെടുത്തല്ലാതെ പുതിയൊരു വീട് വെച്ചില്ല, സ്വന്തമായിട്ട് വീട് വെച്ചിട്ടില്ല. ഉള്ള വീട്ടിൽ പണിയെടുത്തത് മാത്രമേ ഉള്ളൂ. പെയിൻറ്റ് മാറ്റലും മേലോട്ട് 2 നില കൂട്ടിയെടുത്തൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ എൻ്റെ ഇഷ്ട ഭവനം വെക്കാൻ വെസ്റ്റീജിലൂടെ സാധ്യമാവാൻ പോവുകയാണ്. 4 വർഷം കൊണ്ട് വെസ്റ്റീജിലൂടെ ഹൗസ് ഫണ്ട് വാങ്ങിച്ച വ്യക്തി കൂടിയാണ് ഞാൻ. അതിന് ചെയ്തത് 6 ഫാമിലികൾക്ക് നല്ലൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ അവരെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ കാര്യം മാത്രം ചെയ്തുകൊണ്ടാണ് ഇത് നേടിയെടുക്കാൻ സാധിച്ചത്. ഈ വീട് കണ്ടോ? എങ്ങനെയുണ്ട് ഈ വീട്? ഇതുപോലുള്ള വീട് നമ്മുടെ വെസ്റ്റീജിൽ ഒരുപാട് ലീഡേഴ്സ് 6000 സ്ക്വയർ ഫീറ്റൊക്കെ വീട് വെച്ച ആൾക്കാർ നമ്മുടെ SP ബരൽ സാർ 6000 സ്ക്വയർ ഫീറ്റൊക്കെ വീട് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ജഡേജ സാർ വാങ്ങിച്ചത് വീട് വെച്ചാൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം വരെ ഉണ്ടാവും വീട്ടിൽ. അത്രയ്ക്കും വലിയ വീടാണ് വെച്ചിരിക്കുക. സലീം സാർ വെച്ചിരിക്കുന്ന വീട് കോടിക്കണക്കിനുള്ള വില. അടുത്ത 50 കിലോ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പോയിക്കൊണ്ടിരിക്കുക. ഈ ബിസിനസ്സിലൂടെ 50 കിലോ സ്വർണം ഡ്രീമാണ് ഓരോ വ്യക്തിയുടെ. നമ്മുടെ ആവശ്യങ്ങളാണ്, നമ്മുടെ സ്വപ്നങ്ങളാണ് ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇഷ്ടമുള്ള വീട് വെക്കാനും ഇഷ്ടമുള്ള വാഹനം വാങ്ങിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും ഈ ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ നമുക്ക് സാധിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രീംസ് ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള വീട് അത് എത്ര സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നു. ഇഷ്ടമുള്ള വാഹനം ലക്ഷറി കാർ വാങ്ങിക്കാൻ ഈ ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നു. നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സാധിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും അതിന് പുറമെ അവർക്ക് നല്ലൊരു വരുമാനം ഈ ബിസിനസ്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഓർണമെന്റ്സ് വാങ്ങിക്കാൻ, ഫോറിൻ ട്രിപ്പ് പോകാൻ, ഈ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാനൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ ഈ ഒരു വെസ്റ്റീജ് എന്ന മഹത്തരമായ ഒരു വലിയ കമ്പനിയുടെ കൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയാണ്. ഇത്രയും കാര്യം ഞാൻ സ്ലൈഡിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമെങ്കിലും കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആരുടെങ്കിലും പറഞ്ഞ വാക്ക് കേട്ട് ആരെങ്കിലും നമ്മളെ നിരുത്സാഹപ്പെടുത്തി ആരെങ്കിലും കളിയാക്കി അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെക്കുക ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമ്മളെടുത്ത തീരുമാനം സൂപ്പറാക്കി, നമ്മളെടുത്ത തീരുമാനം സ്ട്രോങ് ആക്കി, ഒരു കാരണവശാലും തീരുമാനം മാറ്റാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ഒരു നല്ല കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ ഒരൊറ്റ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ എല്ലാ സ്വപ്നങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ചലഞ്ചസ് എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ആൾക്കാർ വരാൻ മടിക്കുന്നത് അറിയാവോ? നമ്മുടെ നാട്ടിൽ ഒരുപാട് പൊട്ടി മുളച്ച് വന്ന കമ്പനികളുണ്ട്. അതിൻ്റെ മോട്ടിവേഷൻ കണ്ട് വീണ് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വീണ് പോയി കുറേ പൈസ കൊണ്ട് കളഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ആവശ്യമില്ലാതെ ബൾക്കായിട്ട് ടീഷർട്ടും ബെഡ്ഷീറ്റും പർച്ചേസ് ചെയ്യുന്ന കമ്പനികൾ, ആവശ്യമില്ലാതെ 25,000-നും 38,000-നും ക്രീമുകൾ പർച്ചേസ് ചെയ്യുന്ന കമ്പനി, ഇല്ലെങ്കിൽ മണി സർക്കുലേഷൻ വെറുതെ മോട്ടിവേഷൻ ക്ലാസ് കണ്ട് അതിൽ വീണ് പോകുന്ന ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ പേടി കാരണമാണ് ഒരു നല്ല മേഖലയെ, ഡയറക്ട് സെല്ലിംഗ് മേഖല ഗവൺമെൻറ് അംഗീകരിച്ച ഒരു നല്ല മേഖലയെ പോലും വരാൻ ആൾക്കാർ മടി കാണിക്കുന്നത്. എങ്ങനെ തിരഞ്ഞെടുക്കാം ഒരു നല്ല കമ്പനിയെ? എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഒരു നല്ല കമ്പനിയെ? നമ്മൾ ഇന്ത്യക്കാരാണ്, ഫോറിനേഴ്സ് അല്ല. ഇന്ത്യക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റ് എവിടെയുണ്ട് അന്വേഷിച്ച് നടക്കും. എന്താണ് അവസ്ഥ? നമുക്ക് വേണ്ടുന്നത് ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റാണ്. പക്ഷെ നമുക്ക് വേണ്ടുന്നതോ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റ് വേണം, ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനമാണ്. ഒരു സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും പറഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളി വീട് വാടകയ്ക്ക് വേണം, സ്വിമ്മിംഗ് പൂൾ വേണം, മുറ്റത്ത് ഗാർഡൻ വേണം, എല്ലാം വേണം. പക്ഷെ വാടക 250 രൂപ കാണും. അത് കേട്ടിട്ടുണ്ടോ സിനിമ? നാടോടി കാറ്റിലാന്ന് തോന്നും. അതേപോലെയാണ് ഇവിടെ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ സാധനം വേണം, പക്ഷെ നല്ല ഹൈ ക്വാളിറ്റി വേണം. ഇവിടെ അതിന് പറ്റിയ ഒരു കമ്പനി വെസ്റ്റീജ് ഉണ്ട്. നല്ല നോർമൽ വിലയിൽ
നല്ല സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റ് തരുന്ന ഒരു കമ്പനി വെസ്റ്റീജ് നമ്മുടെ കയ്യിലുണ്ട്. അടുത്തത് എന്താ? നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാനേജ്മെന്റ് വേണം. ഡയറക്ട് സെല്ലിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള മാനേജ്മെന്റ് വേണം. അല്ലെങ്കിൽ സ്വർണ്ണ കച്ചവടക്കാർക്ക് ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള വെസ്റ്റീജ് ഡയറക്ട് സെല്ലിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് 3 ഫൗണ്ടേഴ്സും നമ്മളോടൊപ്പം ഉണ്ട്. അതിന്റെ ക്വാളിറ്റി അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ക്വാളിറ്റി. ആർക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി വെസ്റ്റീജ് നമ്മളോടൊപ്പം ഉണ്ട്. 21 വർഷം ഒരു കമ്പനി നിലനിന്ന് പോകണമെങ്കിൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ പല കമ്പനികൾ കണ്ടിട്ടുണ്ടാവും. 6 വർഷം കഴിയുമ്പം കമ്പനി തൊട്ടടുത്തുണ്ടാവും, പക്ഷെ പേര് മാറ്റി അവർ ലീഡർമാർ ഇപ്പുറം മഹാന്മാർ വേറെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ കമ്പനിയുടെ പേര് താഴോട്ട് പാവപ്പെട്ടവർ സാധനം വാങ്ങി വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിന്റെ വരുമാനം ഈ മഹാൻ ലീഡർമാർക്ക് വരുന്നുണ്ടാവും. ഇവിടെ ഇവന്മാർ പുതിയ തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. ശരിയാണോ തെറ്റാണോ? ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. 6 വർഷത്തിൽ കൂടുതൽ നമ്മുടെ നാട്ടിലെ പല നെറ്റ്വർക്ക് കമ്പനിയും കാണില്ല. അതാണ് ഉടായ്പുള്ള തട്ടിപ്പ് പ്രസ്ഥാനമുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്. ഈ പേടി കാരണം, അവരുടെ മോട്ടിവേഷൻ കാരണം നമ്മൾ വീണ് പോന്നിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, ഒരു നല്ല കമ്പനി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഏതൊരു ഇന്ത്യക്കാരാണ് നമ്മളെല്ലാവരും. നമുക്ക് എല്ലാവർക്കും വില കുറഞ്ഞ പ്രൊഡക്റ്റ് വേണം. ഒരു നോർമൽ വിലയിൽ ഒരു നല്ല പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു കമ്പനി, ഇന്ത്യൻ കമ്പനി, വിദേശ കമ്പനിയല്ല. ഒരിക്കലും ഒരു ഇംഗ്ലീഷുകാരൻ ഇന്ത്യക്കാരനെ നന്നാവാൻ സമ്മതിക്കില്ല. ഒരു ഇംഗ്ലീഷുകാരൻ ഒരിക്കലും ഇന്ത്യക്കാരന് വരുമാനം ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടില്ല. അറിയാലോ, ജർമ്മൻ കമ്പനിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഫോറിൻ കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അമേരിക്കൻ കമ്പനി നമ്മുടെ നാട്ടിൽ വിലസിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വില കൂടിയ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. നമുക്ക് നല്ല വില കൊടുത്ത് നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇന്ത്യൻ കമ്പനിയിലൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഒരു നല്ല കമ്പനി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? മനസ്സിലായോ? അത്രയ്ക്കും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ വന്നിരിക്കണേ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? 98 പേരും അതുപോലെ ലാസ്റ്റ് വരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ആർക്കും ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കും. ഇന്ന് ഞാൻ ഈ ഒരു അരമണിക്കൂർ മുന്നേ സെഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് സ്വന്തം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ആരോടും ചോദിക്കാതെ, ആരോടും പോയി പഠിക്കാതെ വെസ്റ്റീജ് കമ്പനിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. വെസ്റ്റീജ് കമ്പനിയുടെ മഹത്വം മനസ്സിലാക്കിയെടുക്കുക. ഇതിൽ വിജയിച്ച വ്യക്തികളെ ഫോളോ ചെയ്യുക. വെസ്റ്റീജ് എന്ന് പറഞ്ഞാൽ പാദമുദ്ര എന്ന് പറയാം, പാത പിന്തുടരുക. വിജയിച്ച വ്യക്തികളുടെ പിറകെ പോവുക. അല്ലെങ്കിൽ വെസ്റ്റീജിൽ അറിയാത്ത പല മണി ചെയിനും പോയി പൈസ കളഞ്ഞിരിക്കുന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് വെസ്റ്റീജിനെ കുറിച്ച് അറിയോ, വെസ്റ്റീജ് എന്താണെന്ന് അറിയോ വെച്ചാൽ അവർക്ക് പ്രൊഡക്റ്റ് എന്നല്ല നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണ്. കാരണം ഉള്ള ലക്ഷങ്ങൾ കളഞ്ഞിരിക്കുന്ന ആൾക്കാരോടൊക്കെ നിങ്ങൾ പോയി ചോദിക്കണ്ടോ? എപ്പോഴും നിങ്ങൾ വിജയിച്ച ആൾക്കാരോട് പോയി ചോദിക്കുക, വെസ്റ്റീജിൽ വിജയിക്കാൻ എന്ത് വേണം, വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണ്, അത് ഉപയോഗിച്ച വ്യക്തിയോട് ചോദിക്കുക. അവിടെ നിങ്ങൾക്ക് ബിസിനസ് വിജയിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യം ഏകദേശം എല്ലാവർക്കും കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതിലൂടെ വെസ്റ്റീജിലൂടെ നമ്മുടെ ഓർഗനൈസേഷനിലൂടെ ലക്ഷങ്ങൾ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങളെല്ലാവരും? ലക്ഷങ്ങൾ വരുമാനം, ലക്ഷറി ലൈഫ്, വിദേശ യാത്രകൾ, നിങ്ങളുടെ കുട്ടികൾക്ക് ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ നിർത്താൻ, നന്നായി പഠിപ്പിച്ച് ഫോറിൻ രാജ്യങ്ങളിലേക്ക് അയക്കാതെ, കല്യാണം കഴിപ്പിച്ച് അവരെ വേറെ വീട്ടിലേക്ക് അയക്കാതെ നിങ്ങളെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അച്ഛനമ്മമാരെ നോക്കാൻ ഇന്ന് ആളില്ല. ഹോം നേഴ്സിന് വെക്കുന്ന കാലഘട്ടമാണ് അല്ലേ? പൈസയുള്ളതുകൊണ്ട് മക്കൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഹോം നേഴ്സിന് വെച്ച് അച്ഛനമ്മമാരെ നോക്കും. നിങ്ങളെ മക്കളെ കൂടെ നിർത്തണമെന്ന് ആവശ്യമുണ്ടോ? ഒരു ജോലിക്കും വിടാതെ അവരെ പഠനം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ കൂടെ നിർത്താൻ സാധിക്കും. വെസ്റ്റീജിലൂടെ സ്വന്തം വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ്, വെസ്റ്റീജ് കമ്പനി നിങ്ങളുടെ സ്വന്തം സ്ഥാപനമായി കാണാൻ സാധിക്കുന്ന, നിങ്ങളുടെ 3 ജനറേഷനെ സേഫ് ആക്കി എടുക്കാൻ പറ്റുന്ന. വെസ്റ്റീജ് ഓൾറെഡി ജനറേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞു. വെസ്റ്റീജ് കമ്പനി ഗൗതം പള്ളി സാർ അദ്ദേഹത്തിന് മകനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. SP ബെറിൽ സാർ നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന് മകനെ ഏൽപ്പിച്ചു കഴിഞ്ഞു, ബിസിനസ് കഴിഞ്ഞു. ഭരതേട്ടൻ, കേരളത്തിലുള്ള ലെജൻഡ് ഭരതേട്ടൻ അദ്ദേഹത്തിന് മകനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ മകനെ ഏൽപ്പിച്ചു കഴിഞ്ഞു ബിസിനസ്. എൻ്റെ മകൻ 7 വയസ്സായിട്ട്. ക്ലിയറായോ? അത്രയ്ക്കും സാധ്യതയുള്ള ഒരു മനോഹരമായ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് സുഹൃത്തുക്കളെ നിങ്ങൾ വന്നിരിക്കുന്നത്. 98 പേര് ഇവിടെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് വേണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം തരാം, അൺമ്യൂട്ട് ആക്കി തരാം. 1 മിനിറ്റ് ഞാൻ റെക്കോർഡ് ഒന്ന് ക്ലോസ് ചെയ്തേക്കാം.